നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. നീതിയാണോ പരാജയപ്പെട്ടത് അതോ ഗൂഢാലോചനയുടെ കഥ തന്നെയോ? നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി മുഴുവനായി പുറത്തു വന്നപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞ ഗൂഢാലോചന എവിടെ പോയി? അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ? നീതി കിട്ടിയിട്ടില്ലെന്ന് നടി തുറന്നു പറയുന്നു. പോലീസിന്റെ കഴിവുകേടും പ്രോസിക്യൂഷന്റെ പരാജയവുമാണോ കാരണം? വിധി പലർക്കും നിരാശയുണ്ടാക്കുന്നു. എന്നാൽ എനിക്ക് അത്ഭുതമില്ല. നടിയുടെ തുറന്നു പറച്ചിൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരല്ലെന്ന് മനസ്സിലാക്കിയാണ്. ഈ കോടതിയിൽ വിശ്വാസമില്ലെന്ന് അതിജീവിത വീണ്ടും ഓർമ്മപ്പെടുത്തുമ്പോൾ അതൊരു വ്യക്തിയുടെ വാക്കുകളല്ല, നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരായ ഗുരുതര ചോദ്യം തന്നെയാണ്. വിധി അവസാനമാണോ അതോ പോരാട്ടത്തിന്റെ തുടക്കമോ? കുറ്റാരോപിതരിൽ ഒരാളിലേക്ക് മാത്രം അടുക്കുമ്പോൾ വഴിമാറ്റം സംഭവിച്ചു. ആസൂത്രകൻ ഇപ്പോഴും പകൽ വെളിച്ചത്തിലോ? ദിലീപിനെതിരായ എല്ലാ വാദങ്ങളും കോടതി നിരാകരിച്ചപ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. നടിയെ ആക്രമിച്ച കേസിൽ വിധിന്യായം പുറത്തു വരുമ്പോൾ ദിലീപ് പൾസർ സുനി ഗൂഢാലോചനയുടെ എല്ലാ വാദങ്ങളും കോടതി തള്ളിക്കളയുകയായിരുന്നു. 7 സ്ഥലങ്ങളിൽ വെച്ച് ഗൂഢാലോചന നടത്തി പണം കൈമാറ്റമുണ്ടായി എന്നീ വാദങ്ങളായിരുന്നു പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. എന്നാൽ ദിലീപ് പൾസർ സുനി കൂടിക്കാഴ്ച നടന്ന സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിൽ ചർച്ചകൾ നടന്നു എന്നുള്ള കാര്യം കോടതി നിരാകരിക്കുകയായിരുന്നു. അതിന് കാരണമായി കോടതി പറഞ്ഞത് ഇതിനാവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷനും പോലീസിനും കഴിഞ്ഞില്ല എന്നാണ്. അതോടൊപ്പം തന്നെയാണ് പണം കൈമാറ്റത്തിനും തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. ഓരോന്നായിട്ട് ഇക്കാര്യത്തിൽ നോക്കാം. ആദ്യ തെളിവായിട്ട് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്ന കാര്യം സൗണ്ട് തോമ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലായിരുന്നു. കോടതി തള്ളിയ 7 ഗൂഢാലോചന വാദങ്ങളിൽ ഒന്നാമത്തേതായിരുന്നു സൗണ്ട് തോമയുടെ ഷൂട്ടിംഗ് സെറ്റിലെ ഗൂഢാലോചന. സെറ്റിലെ തർക്കം ഒതുക്കി പൾസർ സുനി ദിലീപിന്റെ പ്രീതി നേടി എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. തുടർന്നാണ് പൾസറും ദിലീപുമായുള്ള ബന്ധം അത് പല ദിവസങ്ങളിലും ആവർത്തിക്കുകയും അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. ദിലീപ് പൾസർ ബന്ധം തുടങ്ങിയത് ഈ സൗണ്ട് തോമയുടെ ഷൂട്ടിംഗ് സെറ്റിലായിരുന്നു. അത് 2013 ജനുവരി അവസാനമായിരുന്നു എന്നാണ്. ദിലീപും പൾസറും സംസാരിച്ചുവെന്നും ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷനും പോലീസും കോടതിയെ അറിയിച്ചിരുന്നു. ഇതിനാവശ്യമായ തെളിവുകൾ ഹാജരാക്കി. എന്നാൽ ദിലീപ് പൾസർ സുനിയുമായി സംസാരിച്ചതിനും ഗൂഢാലോചന നടത്തിയതിനും സൗണ്ട് തോമയുടെ സെറ്റിൽ തെളിവില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. അതിനുശേഷമായിരുന്നു നിർണായകമായ അബാദ് പ്ലാസയിലെ 410 നമ്പർ മുറിയിലെ ഗൂഢാലോചന. 2013 മാർച്ച് അവസാനവും ഏപ്രിൽ ആദ്യവുമായി നടന്ന ഗൂഢാലോചന. പക്ഷേ ഇതിനും ആവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യം പകർത്താൻ ഇവിടെ വെച്ചാണ്, അബാദ് പ്ലാസയിലെ 410 നമ്പർ മുറിയിൽ വെച്ചാണ് ദിലീപ് കൊട്ടേഷൻ നൽകിയത് പൾസർ സുനിക്ക്. ഇതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ ഇക്കാര്യവും തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ നിർണായകമായത് അമ്മയിലെ അംഗങ്ങളുടെ മൊഴി മാറ്റമായിരുന്നു. തുടർന്ന് അങ്ങോട്ടും കൂടിക്കാഴ്ചകൾ ഉണ്ടായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. അത് 2015 നവംബർ 1 ജോയ്സ് പാലസ് തൃശ്ശൂരിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയാണ്. അവിടെ വെച്ച് പണം കൈമാറി. ആദ്യം 10,000 രൂപയും പിന്നീട് 1 ലക്ഷം രൂപയും കൈമാറിയെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. പക്ഷേ ഈ വാദത്തിനും തെളിവില്ല എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. നാദിർഷ 30,000 രൂപ കൈമാറി എന്നുള്ള കാര്യം കട്ടപ്പനയിലെ ഋതിക് റോഷൻ സിനിമയുടെ സെറ്റിൽ വെച്ച് അവിടെയും തെളിവില്ല എന്നാണ്. അത് തൊടുപുഴയിൽ വെച്ച് കൈമാറി എന്നായിരുന്നു. പക്ഷേ അവിടെയും തെളിവില്ല എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. 2016 സെപ്റ്റംബർ 21 പണം നൽകിയെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പക്ഷേ ഇങ്ങനെ പണം കൈമാറിയതിന് ആവശ്യമായ തെളിവുകൾ ഹാജരാക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ കുറ്റകൃത്യം നടന്നതിന് 3 മാസങ്ങൾക്ക് മുമ്പ് ദിലീപും പൾസർ സുനിയും ജോർജേട്ടൻസ് പൂരം എന്ന സിനിമയുടെ വിവിധ സ്ഥലങ്ങളിലെ സെറ്റുകളിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. അതിൽ തോപ്പുംപടിയിലെ ഗൂഢാലോചന കാരവനിൽ വെച്ചായിരുന്നു. ആ ഗൂഢാലോചന പൾസർ സുനി കാരവനുള്ളിൽ കയറി ദിലീപുമായി ഗൂഢാലോചന നടത്തി സ്വിഫ്റ്റ് ജംഗ്ഷൻ തോപ്പുംപടി എറണാകുളം അവിടെ വെച്ചായിരുന്നു. പക്ഷേ അതേ ദിവസം ഈ പ്രോസിക്യൂഷൻ പറഞ്ഞ ആ ദിവസം ഷൂട്ടിംഗ് ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന നിർണായകമായ കണ്ടെത്തൽ കോടതി നടത്തിയതോടുകൂടി ആ വാദവും തകരുകയായിരുന്നു. തുടർന്നും 2016 നവംബർ 13 തൃശ്ശൂരിൽ വീണ്ടും ജോർജേട്ടൻസ് പൂരം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് മറ്റൊരു ഗൂഢാലോചന കൂടി നടത്തുകയുണ്ടായി എന്നും അവിടെ വെച്ച് സെൽഫി ഫോട്ടോയിൽ പുഴയ്ക്കൽ ടെന്നീസ് അക്കാദമിയിൽ വെച്ചായിരുന്നു സെൽഫി ഫോട്ടോയിൽ ദിലീപും സുനിയും ഉണ്ട് എന്നുമുള്ളതുമായിരുന്നു. ആ ഫോട്ടോയും ഹാജരാക്കിയിരുന്നു. പക്ഷേ അവിടെ
ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ല. മാത്രമല്ല ഒരു ഫോട്ടോയിൽ വന്നു എന്ന് വെച്ച് ഇരുവരും സംസാരിക്കുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തു എന്ന് കരുതാൻ കഴിയില്ല എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. സെൽഫി ഫോട്ടോ ഏറെ ചർച്ചാ വിഷയമായതാണ്. വലിയൊരു തെളിവായിട്ടാണ് പ്രോസിക്യൂഷൻ ഇത് ഹാജരാക്കിയത്. പെട്ടെന്ന് കൃത്യം നടത്താനുള്ള ഗൂഢാലോചനയായിരുന്നു ആ ദിവസങ്ങളിൽ ഉണ്ടായത് എന്ന്. അതായത് 2016 നവംബർ 8-നും 13-നും 14-നും ഗൂഢാലോചന നടത്തി എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പക്ഷേ ഇങ്ങനെ തുടർച്ചയായ ദിവസങ്ങളിൽ ഗൂഢാലോചന നടത്തുന്നവർ പരസ്യമായി എങ്ങനെ കാണും എന്നുള്ള സംശയവും കോടതി പ്രകടിപ്പിക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ 2016 നവംബർ മാസം 14-ാം തീയതി തൊടുപുഴയിലെ ശാന്തിഗിരി കോളേജിൽ വെച്ച് വീണ്ടും ഗൂഢാലോചനയ്ക്ക് വേണ്ടി ഇവർ സംസാരിച്ചു എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പക്ഷേ ഇവിടെയും തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് കോടതി പറയുകയാണ്. രണ്ടുപേരും ഒരേ ടവർ ലൊക്കേഷനിൽ ഉണ്ട് എന്ന് കരുതി അവിടെ ഇവർ തമ്മിൽ സംസാരിച്ചു എന്ന് കരുതാൻ കഴിയില്ല എന്നും തെളിവുകളുടെ അഭാവത്തിൽ ദിലീപിനെ വിട്ടയക്കുകയാണെന്നുമാണ് കോടതി കണ്ടെത്തിയത്. പക്ഷേ ഇപ്പോഴും ഈ കാര്യത്തിൽ ആസൂത്രകൻ വെളിയിലാണ് എന്ന രീതിയിലുള്ള പ്രതികരണം വന്നുകൊണ്ടേയിരിക്കുകയാണ്. നടി ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയുണ്ടായി. തന്നെ അത്ഭുതപ്പെടുത്തുന്നതല്ല കോടതി വിധി എന്ന് നടി പറയുകയും ചെയ്തു. മഞ്ജു വാര്യരും ആസൂത്രകൻ പകൽ വെളിച്ചത്തിലാണ് എന്ന പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ന് പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് അതിജീവിതയുടെ അഭിഭാഷകയായ അഡ്വക്കേറ്റ് ടി ബി ബിനി, ശ്രീ ജോർജ് ജോസഫ്, ശ്രീ ശ്രീജിത്ത് പണിക്കർ എന്നിവരാണ്. ശ്രീ ജോർജ് ജോസഫ്, 7 ഗൂഢാലോചനാ വാദങ്ങളും തള്ളിക്കൊണ്ടാണല്ലോ വിധി വന്നിരിക്കുന്നത്. പ്രോസിക്യൂഷന്റെ പരാജയമാണോ ഇതിന് കാരണം? ഒപ്പം പോലീസിന്റെയും ചിലയിടങ്ങളിൽ പോലീസിനെ പരിഹസിക്കുന്ന രീതിയിൽ പോലും കോടതി നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സൗണ്ട് തോമ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് പൾസർ സുനിക്ക് അവിടെ വെച്ച് 650 രൂപ പാരിതോഷികമായിട്ട് നൽകി അവിടെ ഗുണ്ടകളെ അമർച്ച ചെയ്തതിനാണ്. അവിടെ വന്ന് ഷൂട്ടിംഗ് സെറ്റിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയവരെ അമർച്ച ചെയ്തതിനാണ് അതിൽ സുനിൽ ഗുണ്ട എന്ന് ഒരു വൗച്ചറും ഹാജരാക്കിയിരുന്നു. പക്ഷേ ഇത് മറ്റൊരു നടന് കൊടുത്തതാണ്. അതായത് ചെറിയ റോളുകളിൽ അഭിനയിച്ച ഒരു നടന് കൊടുത്ത പണമാണ്. അതിൽ ഈ സുനിൽകുമാർ എന്ന് കരുതി അത് പൾസർ സുനി ആകണമെന്നില്ല എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നല്ലോ. ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ് വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്തു കോടതിയിൽ വെച്ച്. അപ്പോൾ ഈ രീതിയിൽ പ്രോസിക്യൂഷൻ്റെയും പോലീസിൻ്റെയും ഏകോപനമില്ലായ്മയാണോ ഇങ്ങനെയൊരു പ്രശ്നത്തിന് കാരണമായത്? ഇവിടെ തന്നെ അവിടെ പൾസർ സുനി അല്ല സൗണ്ട് തോമയുടെ സെറ്റിൽ പ്രശ്നമുണ്ടാക്കിയവരെ അടിച്ചൊടിച്ചത്, മറിച്ച് പോലീസ് വന്ന് അവരെ മാറ്റുകയായിരുന്നു എന്ന് ബൈജു പൗലോസിന് പറയേണ്ടിയും വന്നിരുന്നു. അപ്പോൾ അവിടെ ഏകോപനമില്ലായ്മയാണല്ലോ കാണുന്നത്. ഇങ്ങനെ പലയിടത്തും ഇത്തരം കാര്യങ്ങൾ നിഴലിച്ചു നിൽക്കുകയായിരുന്നു. പ്രോസിക്യൂഷനും പോലീസും തമ്മിലുള്ള ഏകോപനമില്ലായ്മയും അതുപോലെ ഇവരുടെ പരാജയവും അതാണോ പറ്റിയത്? അതൊന്നും അല്ല പറ്റിയത്. ഇത് എത്ര പ്രോസിക്യൂഷൻ ഈ ഗൂഢാലോചനയ്ക്ക് എവിഡൻസ് കൊടുത്താലും ആ കോടതി അംഗീകരിക്കത്തില്ല. കാരണം ഇതിനകത്ത് സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ എത്രയോ സെൻസേഷൻ കേസ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പോയതിനകത്ത് ഗൂഢാലോചന ഒരൊറ്റ എണ്ണം മാത്രമേ അതിനകത്തൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് 7-8 സ്ഥലത്ത് വെച്ച് പറഞ്ഞിട്ടും അത് കോടതി അവിശ്വസിക്കുന്നെങ്കിൽ അതിൻ്റെ ന്യായീകരണം നമുക്ക് എന്ത് പറയാനാണ്? അപ്പോൾ ആ കോടതിക്ക് ഇതൊന്നും സ്വീകാര്യമല്ല എന്ന് മാത്രമല്ലേ നമുക്ക് പറയാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് അത് പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയല്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സലൻറ്റ് ഇൻവെസ്റ്റിഗേഷനാണ്. കാരണം ഗൂഢാലോചനയിൽ ഒരു എവിഡൻസ് കോടതിക്ക് സുപ്രീം കോടതിയുടെ റൂളിംഗ് ഒക്കെ ധാരാളമുണ്ട്. കൊടുക്കാനായിട്ട് കഴിയില്ല. കൃത്യമായിട്ട് ഒരു സംശയമേ കൊടുക്കാനൊക്കെ ഉള്ളൂ. ഇവിടെ അതല്ലേ സംഭവിച്ചത്. ഇത്രയും ഗൂഢാലോചനയ്ക്കുള്ള എവിഡൻസ് കൊടുത്തിട്ടും അവിടെയൊക്കെ പരസ്പരം കണ്ടല്ലോ. ഇവരുടെ വാദഗതി എന്തായിരുന്നു? നേരത്തെ പൾസർ സുനിയുമായിട്ട് ദിലീപിന് പരിചയമില്ല എന്നല്ലായിരുന്നു, അടുപ്പമില്ല, അറിയില്ല എന്നായിരുന്നു അതിൻ്റെ തുടക്കത്തിലെ വാദം. അത് കണ്ണിച്ചുകൊണ്ട് ഇത് കൂടുതൽ എങ്ങനെ എവിഡൻസ് കൊടുക്കുക? അത് കോടതിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്നും പറയാനില്ല. അങ്ങനെയുള്ള കോടതിയെ നമ്മൾ എന്ത് പറയാനാണ്? ഒരു എവിഡൻസ് ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്തിട്ട് അതിനുള്ള എവിഡൻസ് ഗൂഢാലോചനയെ കൂടെ കൊടുക്കുകയല്ലേ, പോലീസ് കണ്ടെത്തി കൊടുക്കുകയല്ലേ ചെയ്തത്. അതിനെ പോലീസിനെ കുറ്റപ്പെടുത്താനായിട്ട് കഴിയില്ല എനിക്ക്. കാരണം കുറ്റം ചെയ്തത് 6 പേരാണ്, നമുക്കറിയാം. പക്ഷേ അത് ആസൂത്രണം ചെയ്ത ആൾക്കാർ ആരാണെന്ന് പറയാൻ പറ്റുന്നില്ല. അതല്ലേ പ്രശ്നം ഇവിടെ. പക്ഷെ ഇവിടെ ജോർജ് ആ 7 വാദങ്ങളും കോടതി ഖണ്ഡിക്കുന്നതിന് കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട്. അതിൽ സാക്ഷി മൊഴികളുടെ അഭാവം കോടതി എടുത്തു പറയുന്നുണ്ട്. സാക്ഷികൾ ദിലീപിനെയും പൾസറെയും ഒരുമിച്ച് കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഉദാഹരണമായി ഇപ്പോൾ ആ പണം കൈമാറിയ സമയത്ത് തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. 2015 നവംബർ 1-ാം തീയതിയും 2-ാം തീയതിയുമാണ് പണം കൈമാറിയത്. 1-ാം തീയതി 10,000 രൂപയും 2-ാം തീയതി 1 ലക്ഷം രൂപയും കൈമാറി.
അവിടെ കോടതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലേ എന്ന്. അതായത് കൃത്യം നടക്കുകയും അന്വേഷണം തുടങ്ങുകയും ചെയ്ത സമയവും ഈ ദിലീപ് പൾസർ കൂടിക്കാഴ്ച നടക്കുകയും ചെയ്ത സമയം തമ്മിൽ നോക്കുമ്പോൾ അത് 1 വർഷത്തെ പഴക്കം പോലുമില്ല. ഏതാണ്ട് 6 മാസത്തെ ഒരു വ്യത്യാസം, 6 മാസം ഒരു 1 വർഷവും 6 മാസവും ഇത്രേ വരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ സമയത്തെ CCTV ദൃശ്യങ്ങൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കോടതി പറയുന്നുണ്ട് അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാം, ഞങ്ങൾ ആ വിധത്തിൽ അന്വേഷിച്ചില്ല എന്ന് പോലും പറയുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന്. അപ്പോൾ അവിടെ ഒരു ലാഘവത്വം കാട്ടിയോ പോലീസ്? അതാണ് ഞാൻ ചോദിച്ചത്. അത്തരം കാര്യങ്ങളിലേക്ക് പോയില്ലേ ഇത്തരം ഡിജിറ്റൽ തെളിവുകൾ, ഇലക്ട്രോണിക് തെളിവുകൾ ഹാജരാക്കുന്നതിന് വേണ്ടി? 2017 ഈ CCTV ദൃശ്യം എല്ലായിടത്തും അത്ര വ്യാപകമല്ലല്ലോ. 2017 വിചാരിച്ചോണം. ഏകദേശം 9 വർഷം മുമ്പത്തെ കാര്യമായി പറഞ്ഞു. ഇപ്പോഴൊരു 1-2 വർഷം കൊണ്ടല്ലേ CCTV വളരെ സജീവമായി കേരളത്തിൽ. അപ്പോൾ ആ വാദഗതിയോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. വേറെ ഇതിനകത്തൊരു വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. ഈ 6 പേര് അവർ ഗാങ് റേപ്പ് ചെയ്തവരാണ്. ഗാങ് റേപ്പ് എന്നതിൻ്റെ ഡെഫിനേഷനകത്തും ഗാങ് റേപ്പ് ചെയ്യുന്നവരൊന്നും അത് വേറെ ആരും കാങ്ക ചെയ്യത്തില്ല. അത് ചെയ്തിട്ടങ്ങ് പോകുകയുള്ളൂ. അവർ ഒളിവിൽ പോവുകയുള്ളൂ. അവരെ ഐഡൻറ്റിറ്റി പോലും തിരിച്ചറിയരുത്. പക്ഷേ ഇവരതിനകത്ത് ആ ദൃശ്യം, ആ ഗാങ് റേപ്പ് ചെയ്യുന്നതിൻ്റെ ആ ദൃശ്യം ഷൂട്ട് ചെയ്ത് അതെന്തിന്? അപ്പോൾ അവരുടെ മോട്ടീവ് എന്ത്? അപ്പോൾ അവരെ ശിക്ഷിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഈ 6 പ്രതികളെ ശിക്ഷിക്കാൻ പാടില്ലെന്നേ. കാരണം അവർക്ക് മോട്ടീവില്ല. സെക്ഷൻ 8 ഇന്ത്യൻ എവിഡൻസ് ആക്ട് കിടപ്പുണ്ട്. മോട്ടീവ് വേണം. മോട്ടീവ്, പ്രിപ്പറേഷൻ, പ്രീവിയസ് കോണ്ടക്റ്റ്, സബ്സിക്വൻറ്റ് കോണ്ടക്റ്റ് ഇതിനകത്ത് ഇല്ല. അങ്ങനെയല്ലേ കോടതി സബ്സിക്വൻറ്റ് കോണ്ടക്റ്റും പ്രീവിയസ് കോണ്ടക്റ്റും പോലീസ് അതിനകത്ത് കോടതിയിൽ അവതരിപ്പിച്ചെങ്കിലും കോടതിയിൽ അത് അംഗീകരിക്കുന്നില്ല. അപ്പം പ്രീവിയസ് കോമ്പറ്റും സബ്സിക്വൻറ്റ് കോണ്ടക്റ്റ് ഇതിനകത്ത് ഇല്ല നമുക്ക് ഉറപ്പായി. കോടതിയുടെ കാഴ്ചപ്പാടില്ല ഞാൻ ഈ പറയുന്നത്. അതിനകത്തൊരു മോട്ടീവ് ഈ പ്രതികൾക്ക് ഗാങ് റേപ്പ് ചെയ്തിട്ട് അവരവരുടെ പാട്ടിന് പോയി. അപ്പോൾ അതിൻ്റെ ദൃശ്യം അവരെടുത്ത് എന്തിനാണെന്ന് കോടതിക്ക് മനസ്സിലാകുന്നില്ല, നമുക്കും മനസ്സിലാകുന്നില്ല എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ അകത്ത് ഒരു ഒഫൻസ് അത് നടന്നെങ്കിൽ ഒരു 354 IPCയുടെ പരിധിയിലേ വരുന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അവർ 1 വർഷം 2 വർഷം ശിക്ഷിച്ച് കോടതി അങ്ങ് വിടണമായിരുന്നു. കാരണം അവരെ ഈ 20 years ശിക്ഷിക്കാൻ പാടില്ല. മോട്ടീവില്ല. അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. പ്രോസിക്യൂഷൻ സമയത്തും അതുപോലെ ഇൻവെസ്റ്റിഗേറ്റർ എന്ന നിലയിൽ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഏത് പർപ്പസിനാണെങ്കിലും മോട്ടീവ് വേണം. ഇതിനകത്ത് എന്താണ് മോട്ടീവ്? അവർ ഗാങ് റേപ്പ് ചെയ്ത് പോയതല്ലേ ഉള്ളൂ. ഇവനകത്ത് എന്താ ആ ദൃശ്യം എടുത്തതിന് മോട്ടീവ് എന്താണെന്ന് കോടതിക്കും പറയാൻ പറ്റുന്നില്ല. ദൃശ്യങ്ങൾ പകർത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുക, ആ ഒരു കാര്യമുണ്ടല്ലോ. ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുക. അല്ല, അതിപ്പം ഇവരോട് ചോദിക്കണ്ടേ? ഈ നടിയോട് ചോദിക്കണ്ടേ ഞങ്ങൾ പൈസ? അവരന്നേരം ചോദിച്ചല്ലോ എണ്ണത്തിനകത്ത്. ഇവനായിട്ട് പീഡിപ്പിക്കുന്ന സമയത്ത് തന്നെ പറയും നിനക്ക് പണമാണ് ആവശ്യം, ഞാൻ പണം തരാം, എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞില്ലോ. അപ്പോൾ അവർ മൊഴി, ഈ വാദിയുടെ മൊഴി എന്തിനാണ് കോടതി അവിശ്വസിക്കുന്നത്? പ്രതിയായുടെ പോട്ടെ വിട്ടുകളയാം. പ്രതി അന്നേരം പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ആവശ്യത്തിന് ഇതിന് പണം കിട്ടി, എനിക്കിത് കോൺട്രാക്റ്റ് ആവശ്യമില്ല, നിങ്ങളുടെ പൈസ ആവശ്യമില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ വാദിയുടെ മൊഴി കോടതി അവിശ്വസിക്കുകയാണ്. അവിടെ മുതൽ കോടതി അവിശ്വാസം തുടങ്ങിയതാണ് ഞാൻ കാണുന്നത്. കാരണം അത് തീർച്ചയായിട്ടും ഈ കേസിൻ്റെ വിധി അത് തന്നെ. ആ പ്രതികളെ ശിക്ഷിച്ചത് ശരിയായില്ല. 6 പേരെ അവർ 1 വർഷത്തിനും 5 വർഷത്തിനും ഇടയ്ക്കാണ് അത് പറഞ്ഞത്. 354 IPC ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ടു എ വിമൻ അല്ലേ? അതൊരു ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ അല്ലേ ഉള്ളൂ. കാരണം അതിൻ്റെ ആഷ് വാല്യൂ എല്ലാം കോടതിയിൽ നിന്നൊക്കെ മാറിപ്പോയല്ലോ. ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് പ്രൈം വിറ്റ്നസിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. കാരണം കോടതിയിലെ തൊണ്ടി മുതൽ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ദൃശ്യം ഏൽപ്പിച്ച ബൈജു പലോസ് ഏൽപ്പിച്ചപ്പം ഇപ്പം ആ കേസ് ആ പ്രതികളെ വെറുതെ 120 പ്രതിയെ വിട്ട് കഴിഞ്ഞപ്പോൾ ആ ദൃശ്യം തിരിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിലോട്ട് ലഭിച്ചു. അതിനകത്ത് എന്തായാലും ആഷ് വാല്യൂവിനും അതിൻ്റെ ദൃശ്യത്തിനൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വേറൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 2018 2 കോടതിയിലും 2021 1 കോടതിയിലും 3 കോടതിയിലും ഇത് പരിശോധിക്കുന്നു. അപ്പോൾ അതിന് അന്വേഷണ ഉദ്യോഗസ്ഥന് കൈ കിട്ടിയ തൊണ്ടി കോടതി കൊടുത്താൽ 100% ഉള്ള ഒരു തൊണ്ടി കൊടുത്താൽ അതിനകത്ത് ചില എറേഷനൊക്കെ വന്നിട്ട് 80% തൊണ്ടി തിരിച്ചു കൊടുത്താൽ ആ തൊണ്ടി അത് കൈകാര്യം ചെയ്തിരിക്കുന്നു. അതിന് കേസെടുക്കണ്ടേ? ഞാനിപ്പോൾ അതാ പറയുന്നത്. പോലീസ് തീർച്ചയായിട്ടും 3 കേസെടുക്കണം ഇതിനകത്ത്. കോടതിയിൽ ഏൽപ്പിച്ച തൊണ്ടി സാധനം അതേപടി പോലീസിൻ്റെ കൈ കിട്ടിയില്ല, അതിനകത്ത് മാറ്റം സംഭവിച്ചിരിക്കുന്നു, അതിൻ്റെ ഫോട്ടോ എടുത്തിരിക്കുന്നു, അതിൻ്റെ എവിഡൻസ് ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അതിന് 3 കേസ്, ഒന്ന് അങ്കമാലി കോടതിയിലും ഒന്ന് പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ അവിടെയും ഈ തൊണ്ടി കൈകാര്യം ചെയ്തു ആരോ.
അതിന് കോടതി പരാതി കൊടുത്തിട്ട് കോടതി അതിന് നടപടി എടുത്തില്ലല്ലോ. 2 വർഷം ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സ്പെർട്ട് പത്മകുമാർ അതിനകത്ത് ഹാഷ് വാല്യൂവിന് മാറ്റമുണ്ട്, അതിനകത്ത് ഹാമ്പർ ചെയ്തിരിക്കുന്നു, അത് വേറൊരു അഡ്വാൻസ്ഡ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് പകർത്തിയതായിട്ട് റെക്കോർഡ് വന്നിരിക്കുന്നു. കോടതി 2 വർഷം ആ റിപ്പോർട്ട് കിട്ടി പതുക്കി വെച്ചില്ലേ, അതിന് നടപടി എടുത്തിട്ടില്ലോ. അത് ഹൈക്കോടതിയിൽ അതിനെ സംബന്ധിച്ച് പോയപ്പോൾ ലോവർ കോടതിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് വന്നു. അപ്പോൾ അതിന് ഇപ്പം പൗലോസ് ചെയ്യണ്ടേ, ബിജു പൗലോസ് താൻ കോടതിയെ ഏൽപ്പിച്ചതിനകത്ത് മാറ്റം സംഭവിച്ച് തിരിച്ചു കിട്ടിയ തൊണ്ടി മുതൽ ഇപ്പം പോലീസിൻ്റെ കയ്യിലായല്ലോ, അത് കിട്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനൊരു കേസ് എടുക്കണം, 3 കേസ് എടുക്കണം. അതിനാണ് പോലീസ് കേസ് എടുക്കേണ്ടത്. അല്ലാതെ ഈ മറ്റു കാര്യത്തിലല്ല. ഇതിന് അന്ന് നടപടി എടുക്കാത്ത കോടതി അതേപ്പറ്റി ഒന്നും ഈ ജഡ്ജ്മെന്റിനകത്ത്. ഇതിനകത്ത് ഇപ്പോൾ പ്രോസിക്യൂഷൻ സ്വാഭാവികമായിട്ടും ഹൈക്കോർട്ടിലേക്ക് പോകുമല്ലോ, ഹൈക്കോടതിയിലേക്ക് പോകും അപ്പീലുമായിട്ട്, സർക്കാരിന്റെ അനുവാദത്തോടു കൂടി ഹൈക്കോർട്ടിലേക്ക് പോകും. പക്ഷേ ഈ 7 ഗൂഢാലോചന വാദങ്ങളിൽ ഒന്നെങ്കിലും തെളിയിച്ചാൽ മാത്രമല്ലേ എന്തെങ്കിലും മാറ്റം വിധിയിൽ വരികയുള്ളൂ. അതിൽ താങ്കൾ എന്ത് സാധ്യതയാണ് കാണുന്നത്? ഇപ്പോൾ കോടതി കൃത്യമായിട്ട് പറയുകയാണ് ഇതിലൊന്നും സാക്ഷിമൊഴികൾ ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ കോൾ റെക്കോർഡ് രേഖകൾ ഹാജരാക്കിയപ്പോൾ അതിൽ ഈ പരസ്പരം വിളിച്ചതിന് തെളിവില്ല. ഇതൊക്കെ ഓരോന്നിലും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം ജോർജേട്ടൻ സ്പൂരം സിനിമയുടെ സെറ്റിൽ വെച്ച് 3 തവണ കണ്ടപ്പോൾ അതിൽ ഒന്നാമത്തേത് വളരെ രസകരമായ കാര്യമാണ്. സ്വിഫ്റ്റ് ജംഗ്ഷൻ തോപ്പുംപടി എറണാകുളത്ത് വെച്ച് കാരവനിലെ ഗൂഢാലോചനയാണല്ലോ. അതെല്ലാം പറയുന്നുണ്ട്. എല്ലാം പറഞ്ഞു വന്നിട്ട് അവസാനം ആ ഷൂട്ടിംഗ് ആ ദിവസം നടന്നിട്ടില്ല എന്നാണ്. പിന്നെ എങ്ങനെ ദിലീപ് അവിടെ ഉണ്ടാകാനാണ് എന്ന കാര്യം വന്നപ്പോൾ പ്രോസിക്യൂഷൻ പകച്ചുപോയി. അപ്പോൾ പ്രോസിക്യൂഷൻ അതിൽ ഷൂട്ടിംഗ് ആ ദിവസം ഉണ്ട് എന്നുള്ള രീതിയിലാണല്ലോ കേസുമായിട്ട് മുന്നോട്ട് പോയത്. ആ ഗൂഢാലോചന തിയറി അതേ ദിവസത്തെ കാര്യം കോടതിയിൽ ഉന്നയിച്ചത് അത് 2016 നവംബർ 8-നാണ്. പക്ഷേ അവിടെ ആ ഷൂട്ടിംഗ് ആ ദിവസം നടന്നിട്ടില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ ബാക്കി വാദങ്ങൾക്ക് പ്രസക്തിയില്ല. പൾസർ അവിടെ വന്നതിനും ദിലീപിനെ കണ്ടതിനും കാരവനിൽ വെച്ച് ഗൂഢാലോചന നടന്നതിനും ഇങ്ങനെയുള്ള ലൂപ്പ് ഹോൾസ് അവിടെ ഉണ്ടല്ലോ ശ്രീ ജോർജ് ജോസഫ്. അപ്പോൾ അത് ഹയർ കോർട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണ്? അത് ഹയർ കോർട്ടിൽ പോയി അതിനകത്തൊന്നും നോക്കാനില്ല. ഏതെങ്കിലും ഈ 7 പ്രാവശ്യം കണ്ടതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ഹൈലൈറ്റ് ചെയ്താൽ പോരെ. എന്തിനാണ് 7 എണ്ണം കാണിക്കുന്നത് ഒരു ഗൂഢാലോചനയ്ക്ക്? കാരണം ഇന്നുവരെ ഞാനത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്സലൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന് കൂടെ ഞാൻ പറയുന്നതിൻ്റെ കാരണം 7 എണ്ണം കൊടുത്തിട്ട് കോടതി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് വേണ്ട, ആ കോടതിയിൽ നീതി കിട്ടൂല എന്ന് ഉറപ്പല്ലേ. ഇപ്പോൾ അതല്ലേ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത് തന്നെയല്ല നടൻ ഇപ്പം അയാളെ ബോയ്ക്കോട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് സമൂഹം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത്. ഇപ്പം KSRTC ബസ് യാത്ര ചെയ്യുമ്പോൾ ഇയാളുടെ CD ഒരു പടം ഇട്ടപ്പം അത് എതിർത്തു അവിടുത്തെ സ്ത്രീകൾ പലരും. അത് അവസാനം ക്ലോസ് ചെയ്തു. ഇയാൾ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന സ്ഥലത്ത് അവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ബോയ്ക്കോട്ട് തുടങ്ങിയിട്ടില്ലേ. അതുകൊണ്ട് ഇയാളുടെ പടത്തിനൊക്കെ ഈ ബോയ്ക്കോട്ട് വരും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇത് വരുന്നത്. പൊതുജനങ്ങളിൽ നല്ലൊരു വിഭാഗം സ്ത്രീകളാണ്, അവരിതിന് ഡെഡ്ലി അഗൻസ്റ്റാണ്. കാരണം അയാൾ സിനിമയിൽ നല്ല നടനാണെന്ന് എല്ലാവർക്കും അറിയാം, സിനിമ കൺട്രോൾ ചെയ്ത ആളാണ്, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഒരു പെൺകുട്ടിയെ നടിയെ പീഡിപ്പിച്ച കാര്യത്തിനും അതിൻ്റെ ദൃശ്യം എടുത്ത കാര്യത്തിനും അതിനാണ് ഇതിനെ കേസ് വന്നിരിക്കുന്നത്. അല്ല അയാളുടെ സിനിമ എടുപ്പിനും അയാൾ അഭിനയക്കാരനും കൊള്ളൂല്ലൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി. സോഷ്യൽ ബോയ്ക്കോട്ടാണ് അതിൻ്റെ അർത്ഥം. അത് വന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 2 സ്ഥലത്ത് നിന്ന് അയാൾ പിന്മാറി. കാരണം ഇതുപോലെ സോഷ്യൽ ബോയ്ക്കോട്ട് പലർക്കും വരും, കോടതിയുടെ ഭാഗമായിട്ടുള്ള പലർക്കും വരും. അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പൊതുജനങ്ങൾ കാണുന്നത്. അതിനകത്ത് ആകെ ആ പെൺകുട്ടിയുടെ ഒപ്പം നിൽക്കുന്നവരെല്ലാം തീർച്ചയായിട്ടും അവർക്കൊക്കെ നല്ല ധൈര്യമുണ്ട്. അത് ഹൈക്കോടതിയിലോട്ട് വരട്ടെ, ഈ കാര്യങ്ങൾ നോക്കാൻ നമുക്ക് അവിടെ നടക്കില്ല. സുപ്രീം കോടതി ഉണ്ടല്ലോ, സുപ്രീം കോടതി ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലൊന്നും അല്ല അനാലിസിസ് ചെയ്യുന്നത്. കാരണം സുപ്രീം കോടതിക്ക് അറിയാം 120B ഗൂഢാലോചനയ്ക്ക് എത്രമാത്രം എവിഡൻസ് കിട്ടും. അതിനൊരു 60% അല്ലെങ്കിൽ ഒരു 50% എവിഡൻസ് മതി, 100% വേണ്ട. ഇത് ഈ ലോവർ കോടതിയുടെ ഒബ്സർവേഷൻ. നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്തതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ച 2016 ആ സംഭവം. ഏതാണ് ഈ സെൽഫി ഫോട്ടോ എന്ന് പറയുന്നത്? ആ സെൽഫി ഫോട്ടോ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. അതിൽ ദിലീപും സുനിയും ഉണ്ട്. സുനി അങ്ങ് അകലെ നിൽക്കുന്നതായിട്ട്, അന്നത് കൃത്രിമമായിട്ട് ചമച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാദങ്ങളുണ്ടായിരുന്നു. കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു സെൽഫി ഫോട്ടോയിൽ ഒരാൾ ഉണ്ടെന്ന് വെച്ച് അയാളും ആ സെൽഫി ഫോട്ടോയിലെ മറ്റുള്ളവരും സംസാരിക്കുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ്. അതുകൊണ്ടാണല്ലോ ഈ ടെന്നീസ് അക്കാഡമിയിലെ ഗൂഢാലോചന വാദം കോടതി തള്ളിക്കളഞ്ഞത്. ആ രീതിയിലുള്ള എവിഡൻസ് ഇന്ത്യയിൽ ഇതുപോലുള്ള കേസിന് ഒരിടത്തും ഈ ഒരു കോടതിക്കും മുമ്പിൽ പോലീസിന് ഹാജരാക്കാൻ കഴിയില്ല. ഒരു ഏജൻസിക്കും ഹാജരാക്കാൻ കഴിയില്ല. അങ്ങനെയല്ല അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടല്ല സുപ്രീം കോടതി അത് പറഞ്ഞത്. ഈ 120B കാര്യം സുപ്രീം കോടതി വളരെ എലാബറേറ്റ് ആയിട്ട് പല കേസിനകത്തും പറഞ്ഞിട്ടുണ്ട്.
അതിന് 1991 മുതലുള്ള ജഡ്ജ്മെൻറ്റിനകത്ത് പലയിടത്തും ഇത് പറയുന്നുണ്ട്. അതൊന്നും ലോവർ കോടതി മനസ്സിലാക്കാതെ ഈ രീതിയിലുള്ള ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഹൈക്കോടതി പോയി നമ്മളതങ്ങ് വിട്ടുകളഞ്ഞേക്കാൻ മതി. കാരണം നീതി കിട്ടില്ല എന്ന് തുടക്കം പോലെ എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. ഒന്നും വേണ്ടല്ലോ. ഇപ്പം ആ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രസക്തമായ ചില ഭാഗങ്ങൾ ഇപ്പം ഇത് നമുക്കറിയാവില്ല. ഈ മാസം 2012 ആ ശിക്ഷ വരുന്നത്. അല്ലെ 12-ാം തീയതി ശിക്ഷ വരുന്നത്. 8-ാം തീയതി തന്നെ ഫൗണ്ട് ഗിൽറ്റി വന്നു. 2-ാം തീയതി ഇതാണ് 6 പ്രതികളെ ശിക്ഷിക്കുള്ളൂ, ബാക്കിയെല്ലാം വെറുതെ വിടും. അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്തു വന്നു. 33 പേർക്ക് രജിസ്റ്റേർഡ് ആയിട്ട് അതിൻ്റെ കണ്ടൻസ് അയച്ചു കൊടുത്തിരിക്കുന്നു. കമാൽ പാഷ ഊമക്കത്തിന്റെ രീതിയിലാണ്. നമുക്ക് ആ വിഷയത്തിലേക്ക് വരണ്ട. ഞാനിപ്പോൾ ശ്രീജിത് പണിക്കർ കൂടി ചേരുന്നുണ്ട്. ശ്രീജിത് പണിക്കർ, 1ഉം 2ഉം അല്ല 7 വാദങ്ങളായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നത്. അതായത് 7 തവണ പൾസർ സുനിയും ദിലീപും, അതിൽ 6 ആക്കാം. 6 തവണ പൾസർ സുനിയും ദിലീപും നേരിട്ട് കണ്ടു, ഗൂഢാലോചന നടത്തി. അതിൽ 1 തവണ എന്ന് പറയുന്നത് 7-ാമത്തേത്, ഞാൻ 6 പറഞ്ഞത് 1 തവണ നാദിർ ഷാ ആയിരുന്നു. അങ്ങനെ 7 ഗൂഢാലോചന വാദങ്ങൾ ആയിരുന്നുവല്ലോ. 2 തവണ പണം കൈമാറി, ഇതും അതിനകത്ത് ഉൾപ്പെട്ടിരുന്നല്ലോ. 1 തവണ ദിലീപും 1 തവണ നാദിർ ഷായും. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടും ഈ 7 എണ്ണവും തെളിവില്ല എന്ന് പറഞ്ഞ് നിരാകരിക്കുകയായിരുന്നു കോടതി ചെയ്തത്. ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ് പറയുകയാണ്, ഇതിനേക്കാൾ കൂടുതലായിട്ടൊരു ഗൂഢാലോചന എങ്ങനെ തെളിയിക്കാനാണെന്ന്, ഇത്രയും വാദമുഖങ്ങൾ പോരെയെന്ന്. അല്ല, അങ്ങനെയല്ല. ക്രിമിനൽ കേസ് അദ്ദേഹത്തിന് അറിയാവുന്നതാണ്, അദ്ദേഹത്തിന് അറിയാത്തതല്ല. ഒരു ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് കോടതി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഗൂഢാലോചന സിദ്ധാന്തം തെളിയിക്കേണ്ടത്, അതിന് എന്ത് തരത്തിലുള്ള തെളിവുകളാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതി തന്നെ ലേ ഔട്ട് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് മഞ്ജുഷ്, ഞാനതൊരു നേരത്തെ ഉള്ള ഒരു ചർച്ചയിൽ ഞാനത് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കേവലം ആൾക്കാരുടെ പ്രസൻസ് എന്നുള്ളത് ഇറ്റ്സ് നോട്ട് സഫിഷ്യൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് എന്നുള്ള ഒരു പോളിസി, ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ഈസ് ഫോർ ആൻ എഗ്രിമെന്റ് എന്ന രീതിയിലത്തേക്ക് തെളിയിക്കുകയും വേണം. കാരണം ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഗൂഢാലോചന നടത്തി എന്ന് പറയുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ കൃത്യം നടക്കുന്ന സ്ഥലത്ത് പ്രസന്റ് ആകണമെന്ന് നിർബന്ധമില്ല. അയാൾ പ്ലാൻ ചെയ്യുന്നു, മറ്റാൾക്കാരെ അയക്കുന്നു, അപ്പോൾ അയാൾ മറ്റെവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ലീനിയൻ്റ് ആക്കി കൊടുക്കുന്ന ഒരു പ്രൊവിഷൻ ആണെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിലും ഗൂഢാലോചനയിൽ അറസ്റ്റ് ചെയ്യാം. കാരണം മറ്റ് തെളിവുകൾ ആവശ്യമില്ല, അവരുടെ പ്രസൻസ് ആവശ്യമില്ല. അതുകൊണ്ട് ബൈ ഡിസൈനാണ് ഇത് അത്രത്തോളം സ്ട്രിക്റ്റർ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ഉണ്ട്. മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് വിത്ത് ആൻ എഗ്രിമെൻ്റ് ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം. മിയർ അസോസിയേഷൻ ഓർ നോളജ് ഈസ് നോട്ട് ഇനഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ അറിയാമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ഒന്നിച്ചൊരു സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നത് അതിന് മതിയായിട്ടുള്ള തെളിവല്ല. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു സംഭവമുണ്ട്. ഉദാഹരണത്തിന് അബാദ് പ്ലാസയിൽ ഈ ഒരു മഴവില്ലഴകിൽ അമ്മ എന്നുള്ള പ്രോഗ്രാമിൻ്റെ റിഹേഴ്സൽ ക്യാമ്പ് നടക്കുന്ന സമയത്ത് പൾസർ സുനി അവിടെ എത്തി എന്ന് ഒരാൾ പറയുന്നുണ്ട്. ഒരാൾ മാത്രമേ പറയുന്നുള്ളൂ. അയാളെ വളരെ മാസങ്ങൾക്ക് ശേഷം ചേർത്തിരിക്കുന്ന വിറ്റ്നസ് ആണ്. അപ്പൊ ആ വിറ്റ്നസ് പിന്നീട് കൊണ്ടുവന്നിരിക്കുന്നതാണ് എന്ന് സംശയിക്കുന്ന രീതിയിലത്തേക്കുള്ള കുറേയധികം കാര്യങ്ങൾ. ആ സാക്ഷി എന്ന് പറയുന്നത് പൾസർ സുനി അബാദ് പ്ലാസയുടെ അകത്തേക്ക് കയറിപ്പോയി തന്നോടൊപ്പം വന്നിട്ട് തന്നെ വെളിയിൽ നിർത്തിയിട്ട് എന്നിട്ട് ഈ മഴവില്ലഴകിൽ അമ്മ എന്നുള്ള ഷോയുടെ ടിക്കറ്റ് ഞാൻ വാങ്ങിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞു. ആ സാക്ഷിയുടെ കാര്യമല്ലേ താങ്കൾ പറഞ്ഞത്? എക്സാക്ട്ലി. അപ്പൊ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അയാൾ റിസപ്ഷൻ വഴിയാണ് കയറിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അബാദിലെ ഒരൊറ്റ സ്റ്റാഫിനെ പോലും അവർ ഈ പ്രോസിക്യൂഷൻ കൊണ്ടുവന്നിട്ട് പോലീസ് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരെ ക്രോസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരോട് ചോദിക്കുന്നില്ല. കോടതി തന്നെ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അബാദിലെ സ്റ്റാഫിനെ ഇയാളെ ഐഡന്റിഫൈ ചെയ്തോ എന്നുള്ള കാര്യത്തിനെ പറ്റി നിങ്ങൾക്ക് നോക്കാൻ കഴിയാത്തത് എന്താണ് എന്നുണ്ട്. അവിടെ തന്നെ കോടതി ഇതിന്റെ ഈ പ്രിൻസിപ്പിൾ, ഈ ഗൂഢാലോചന തിയറിയുടെ പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. അതായത് അങ്ങനെ ഉണ്ട് എങ്കിൽ അയാളുടെ പ്രസൻസ് പോലുമല്ല നിങ്ങളവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്, അയാൾ ഈ 410-ാമത്തെ റൂമിൽ പോയിട്ടുണ്ട് എന്നുള്ളതെങ്കിലും പ്രൂവ് ചെയ്യണം. അപ്പൊ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ് എന്നൊക്കെ പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ അത് പറയുമ്പോഴും അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അവിടെ മറ്റ് സാക്ഷികളുടെ കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇപ്പോൾ സിദ്ദിഖിനെ പോലെയുള്ളവരാണ് അവിടെ മറ്റ് സാക്ഷികൾ. അപ്പോൾ സിദ്ദിഖിനോട് ചോദിച്ചത്, ഇങ്ങനെ ഒരു റിഹേഴ്സൽ ക്യാമ്പ് അമ്മയുടേതായി അവിടെ നടക്കുമ്പോൾ പുറത്തു നിന്നുള്ള ആരെയെങ്കിലും ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന താരങ്ങളെ കാണാൻ അനുവദിക്കാറുണ്ടോ എന്നുള്ള ചോദ്യമാണ്. സ്വാഭാവികമായിട്ടും സിദ്ദിഖ് ഇല്ല എന്നേ പറയുകയുള്ളൂ. പിന്നെ ഈ താരങ്ങളുടെ അനുമതിയോടുകൂടി അങ്ങനെ ആരെയെങ്കിലും അനുവദിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ഇല്ല എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും സിദ്ദിഖ് ദിലീപിന് അനുകൂലമായ മൊഴിയെ കൊടുക്കുകയുള്ളൂ. അല്ല മഞ്ജുഷ്, അവിടെ അതേ രീതിയിലുള്ള മൊഴികൾ അമ്മയുടെ മറ്റംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്.
സിദ്ദിഖിന്റെ കാര്യം നമുക്കറിയാമല്ലോ, ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഒരു വിറ്റ്നസ് ആണ്. പക്ഷേ ഹോസ്റ്റൈൽ അല്ലാത്ത വിറ്റ്നസ്സുകളും പറഞ്ഞിരിക്കുന്നത് അവിടേക്ക് ആളെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. അവിടെ പ്രത്യേക ടാഗ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ആ ഏരിയ കോർഡൺ ഓഫ് ചെയ്തിരിക്കുകയാണ്. അവിടേക്ക് താരങ്ങൾ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാലും ഒരാളെ പുറത്തുനിന്ന് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറയുന്ന ആൾക്കാരൊന്നും കൂറുമാറിയവരല്ല. അവരെല്ലാവരും തന്നെ പറയുന്നത്, കോടതി അത് എല്ലാവരുടെയും വാദമെടുത്തതിന് ശേഷം അതിൽ പറയുന്നത്, എല്ലാവർക്കും ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ, അവിടേക്ക് പുറത്തു നിന്ന് ഒരാളിനെ കയറ്റി വിടുന്നില്ല. അവർ ഡ്രൈവർ ആണെങ്കിലും അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടയാളാണെങ്കിലും അവർ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരാളെ അങ്ങോട്ട് കടത്തിവിടുന്ന പരിപാടിയില്ല എന്ന് ഈ കൂറുമാറിയവർ മാത്രമല്ല, മറ്റുള്ള ആൾക്കാർ, അവിടെയുള്ള എത്രയോ ആൾക്കാർ ഇവിടെ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ ആൾക്കാരെല്ലാവരും അതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതല്ല, നമ്മുടെ ഈ കോൺസ്പിറസി പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരിക്കുമ്പോൾ പോലും ഈ കേസിൽ കൊണ്ടുവന്നിരിക്കുന്ന തെളിവ് എന്താണെന്നുള്ളത് നോക്കണ്ടേ. ഈ കേസിൽ കൊണ്ടുവന്നിരിക്കുന്ന തെളിവ്, ഇപ്പൊ നേരത്തെ മഞ്ജുഷ പറഞ്ഞിരിക്കുന്ന സ്വിഫ്റ്റ് ജംഗ്ഷന്റെ കാര്യം, ആ സ്വിഫ്റ്റ് ജംഗ്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വിഫ്റ്റ് ജംഗ്ഷനിൽ ഈ ഷൂട്ട് നടക്കുന്നത് സെപ്റ്റംബർ മാസം ഏതോ ഒരു തീയതി മുതൽ നവംബർ മാസം 3 വരെയാണ്. അത് പ്രതിഭാഗം നേരത്തെ തന്നെ പറയുന്നുണ്ട്, ആ സമയം വരെയുള്ളൂ. അതിനുശേഷം ഷൂട്ട് എഴുപുന്നയിലേക്ക് മാറുകയാണ്. എന്നിട്ട് അവസാനം ഈ രണ്ടാൾക്കാരും ഇവിടെ ഒന്നിച്ചുണ്ടായിരുന്നു, അവരുടെ ടവർ ലൊക്കേഷനും മറ്റു കാര്യങ്ങളും എല്ലാം ഐഡന്റിഫൈ ചെയ്തു എന്ന് ഈ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ട്, പ്രോസിക്യൂഷൻ തന്നെയാണല്ലോ ഈ തെളിവുകളെല്ലാം കോടതിയിൽ കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നപ്പോൾ എന്താണ്, 3-ാം തീയതി വരെ അവിടെ ദിലീപിന്റെ ടവർ ലൊക്കേഷൻ ഉണ്ട്. പക്ഷേ 8-ാം തീയതി ഈ മീറ്റിംഗ് നടന്നു എന്ന് പറയുന്ന സമയത്ത് എഴുപുന്നയിലാണ് ദിലീപിന്റെ മറുപടി. ശ്രീമതി ടി ബി മിനി, ഇങ്ങനെ പ്രോസിക്യൂഷന് വ്യക്തമായിട്ട് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണല്ലോ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അബാദ് പ്ലാസയിലെ ഗൂഢാലോചനയാണ്. അവിടെ വെച്ചാണല്ലോ ഈ കൊട്ടേഷൻ കരാർ ഉണ്ടാക്കിയത്, 1.5 കോടിയുടെ വാഗ്ദാനം വന്നത്. ഈ രീതിയിൽ എന്ത് സംഭവിച്ചു പ്രോസിക്യൂഷൻ? ഇത്തരത്തിൽ കോടതി ഈ ഉന്നയിച്ച തെളിവുകൾ, പ്രോസിക്യൂഷനും പോലീസും ഉന്നയിച്ച തെളിവുകൾ അവിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? മഞ്ജുഷ, നിങ്ങളെന്നോട് ക്ഷമിക്കണം. മഞ്ജുഷ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വന്നു. നമുക്കൊരിക്കലും ഈ ജഡ്ജ്മെൻറ്റ് ഇങ്ങനെ അനലൈസ് ചെയ്യാൻ പാടില്ല, ഇതൊരു കണ്ടംപ്റ്റാണ്. ഞാൻ പ്രത്യേകിച്ച് ചെയ്യാൻ പാടില്ല. ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങൾക്ക് എന്നെ വിളിക്കരുത്. മഞ്ജുഷിനോട് എനിക്കിഷ്ടമാണ്, ന്യൂസ് 8നോടും ഞാൻ നന്നായി സഹകരിക്കുന്ന ഒരാളാണ്. ശ്രീജിത്ത് പണിക്കരോടും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ജഡ്ജ്മെൻറ്റ് ഇങ്ങനെ അനലൈസ് ചെയ്യുന്നതിൽ എന്നെ വിളിക്കരുത്. അങ്ങനെ വിളിക്കുന്നത് കണ്ടംപ്റ്റാണ്. എന്നോട് ക്ഷമിക്കണം കേട്ടോ. അല്ല, അതിൽ ഏത് കാര്യമാണ്? ചോദിച്ചോട്ടെ മാഡം, ഒരു സംശയം ചോദിച്ചോട്ടെ. മാഡം ഈ കേസിൽ അപ്പിയർ ചെയ്തു എന്നുള്ളതിന്റെ പേരിലാണോ അത് പറയുന്നത്, അതോ ഒരു അഡ്വക്കേറ്റ് എന്ന പൊസിഷനിൽ ചെയ്യരുതെന്നാണോ പറയുന്നത്? കേസിൽ അപ്പിയർ ചെയ്തുണ്ടാവും അല്ലേ? ഇല്ല, കേൾക്കുന്നില്ല. മിനി കേൾക്കുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ല? ഇല്ല, മിനി ഹെഡ്സെറ്റ് ഊരി, അതുകൊണ്ടാണ്. ഓ ശരി. അല്ല, എനിക്ക് തോന്നുന്നത് കക്ഷിയുടെ വക്കീലാണെന്നുള്ള ഒരു അസംഷനിലായിരിക്കും. അങ്ങനെ ആകാൻ വഴിയില്ലല്ലോ. കക്ഷിയുടെ വക്കീലാണ് എന്ന് അറിഞ്ഞു അങ്ങനെ തന്നെയാണല്ലോ പങ്കെടുത്തതും. മുമ്പും പങ്കെടുത്ത. അതാ ഞാൻ എന്താണ് അത് വിധി വന്നതിന് ശേഷം എന്താണ് ഇതിന്റെ പൊസിഷൻ എനിക്ക് അറിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം മാഡം നേരത്തെ പറഞ്ഞിരുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. അന്നൊരു വൈകുന്നേരത്തോടു കൂടി ഈ വക്കാലത്ത് മാറുകയാണ്, പിന്നെ നോ ലോങ്ങർ അതിജീവിതയുടെ വക്കീൽ, അതുകൊണ്ട് ഇനി സംസാരിക്കുമെന്നാണ് മാഡം പറഞ്ഞിരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണെന്നെ ലീഗൽ എനിക്ക് മനസ്സിലായില്ല. അത് ചർച്ച കഴിഞ്ഞിട്ട് മിനിയോട് തന്നെ ചോദിക്കാം. എന്തായാലും അവർക്ക് ഇത് താല്പര്യമില്ല എന്ന് അറിയിച്ചത് കൊണ്ട് തന്നെ നമുക്ക് നിർബന്ധിക്കാനും പറ്റില്ല. ശരി ശ്രീജിത്ത്, ഇങ്ങനെ ഈ തരത്തിൽ ഇപ്പോൾ താങ്കൾ അബാദ് പ്ലാസയുടെ കാര്യം പറഞ്ഞു. സ്വിഫ്റ്റ് ജംഗ്ഷനിലെ തോപ്പുംപടിയിലാണല്ലോ അത്, അവിടെ അന്ന് ഷൂട്ടിംഗ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ പണം കൈമാറിയ സമയത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ജോയിസ് പാലസ് തൃശ്ശൂർ, അവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് 10,000 പിന്നെ 1 ലക്ഷം. ആ 1 ലക്ഷം കൈമാറിയ അതേ ദിവസം തന്നെയാണല്ലോ അല്ലേ, 2-ാം തീയതി നവംബർ 2-ന് തന്നെ പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുമുണ്ട്. ഇതിന് ഹാജരാക്കിയ തെളിവുകൾ അതും നിരാകരിക്കുകയാണല്ലോ കോടതി ചെയ്തത്. തീർച്ചയായിട്ടും. കാരണം അതൊക്കെ എന്തുകൊണ്ടാണ് നിരാകരിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് എവിഡൻഷ്യറി വാല്യൂ ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റുകളായി മാറുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള തെളിവുകൾ കൊണ്ടുവന്നത് കൊണ്ടാണ് ഈ ഒരു കേസ് നിൽക്കാതെ പോയത്. അപ്പം നമ്മളിവിടെ പറയുന്ന ഒരു കണ്ടൻഷൻ എന്താണ്, ജനറലി നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും തെളിവുകളെ ഒന്നാകെ പരിഗണിച്ചാൽ ഇവിടെ നമ്മൾ കേൾക്കുന്ന ഒരു ആർഗ്യുമെന്റ് എന്താ, ഈ വിധി വന്നത് മുതൽ വേണ്ടുന്ന തെളിവുകളെല്ലാം കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് കോടതി കൃത്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. പക്ഷേ ആ തെളിവുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഈ വിധി വായിക്കുന്ന സമയത്ത് ശ്രീ ജോർജ് ജോസഫിനെ പോലെ നല്ല പ്രാക്ടീസ് ഉള്ള പരിചയമുള്ള ഒരാളിന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. അദ്ദേഹത്തിന്റെ സർവീസ് ഹിസ്റ്ററിയും പിന്നെ അദ്ദേഹത്തിന്റെ പരിചയവും കൊണ്ട് അദ്ദേഹം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് സൗണ്ട് തോമ എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുടെ സെറ്റിൽ ഒരു ഗുണ്ടകൾ പുറത്തു നിന്ന് വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. ആ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഷൂട്ടിംഗ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് അത് വന്ന് തർക്കം പറഞ്ഞു പരിഹരിക്കുന്നത് പൾസർ സുനിയാണ്. അതോടുകൂടി പൾസർ സുനി വലിയ ഗംഭീര കക്ഷിയാണ് എന്ന് ദിലീപിന് തോന്നുകയും
ഇങ്ങനെയുള്ള ഒരു കൊട്ടേഷൻ അദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഗ്രൗണ്ട്. അതായത് അതിനുശേഷമാണല്ലോ ഈ പണം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായി എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇയാൾക്കൊരു പേയ്മെന്റ് ഈ പ്രൊഡക്ഷനിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരൊരു പേയ്മെന്റ് വൗച്ചർ നമ്പർ 57 എന്ന് പറഞ്ഞിട്ട് കൊണ്ട് ഹാജരാക്കുന്നുണ്ട്. ഈ ഹാജരാക്കുമ്പോൾ ഈ പേയ്മെന്റ് വൗച്ചറുകൾ എല്ലാം കൂടിയാണ് കൊണ്ടുവരുന്നത്. അതിൽ ഈ 57 ഹാജരാക്കുമ്പോൾ സുനിൽ കുമാർ ഗുണ്ട 680 രൂപ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ ലോജിക്കലായിട്ടുള്ള ചോദ്യം, ഒരു സെറ്റിലെ തർക്കം പരിഹരിക്കുന്നതിന് ഒരാളിന് കൊടുത്തിരിക്കുന്ന പ്രൊഡക്ഷന്റെ പ്രതിഫലമാണ് 680 രൂപ. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. 650 രൂപ മേടിക്കുന്ന ആളിനാണ് ഈ 1.5 കോടിയുടെ കൊട്ടേഷൻ കൊടുക്കുന്നത്. അത് പോട്ടെ, അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ സുനിൽകുമാർ ഗുണ്ട എന്ന് പറയുന്നത് ഈ പൾസർ സുനി ആണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യാൻ പോലും പോലീസ് ശ്രമിച്ചില്ല. പകരം എന്താ ചെയ്തത്? ഈ പേയ്മെന്റ് വൗച്ചറുകൾ മുഴുവനും ആ സിനിമയിൽ ഗുണ്ടകളായിട്ട് അഭിനയിച്ചിരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൊടുത്തിരുന്ന പേയ്മെന്റ് ആണ്. അതിന് തൊട്ട് മുമ്പത്തെ ഷീറ്റിൽ കിടക്കുന്നത് ബിനീഷ് കുമാർ ഗുണ്ട എന്നാണ്. തന്നെയല്ല, ഇത് ഗുണ്ടകളായിട്ട് അഭിനയിച്ച ആൾക്കാരാണെന്ന് തെളിയിക്കുന്നതിന് ആ വൗച്ചറിൽ തന്നെ ഇവർ ഏത് സീനിലാണ് ഗുണ്ടയായിട്ട് അഭിനയിച്ചത്, അതായത് മുകേഷിന്റെ ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീട്, ആ വീട്ടിലെ ഗുണ്ട, ദിലീപിന്റെ ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്ന കൈനഗരി വീട്, അവിടുത്തെ ഗുണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഗുണ്ടകൾക്ക്, അതായത് ഗുണ്ടകളായിട്ട് അഭിനയിച്ചിരിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൊടുത്തിരിക്കുന്ന പേയ്മെന്റിനെ ഈ തർക്കം ഗുണ്ടാ പ്രശ്നം പരിഹരിച്ചിരുന്ന സുനിക്കുള്ള പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ കോടതി വെറുതെയാണോ മഞ്ജുഷ് പറയുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു നിർത്തിയിട്ട് പറയുന്നത് എന്താണ്? ഷെയിംലെസ് അറ്റംപ്റ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ നടന്നിരിക്കുന്നതെന്ന്. ഈ ഒരു എവിഡൻസ് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ എവിഡൻസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ മതിയോ, അതോ എവിഡൻസിന്റെ അഡ്മിസിബിലിറ്റി? ശരി, ശ്രീ ജോർജ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ, അത് എന്ത് പറ്റി? അത് പ്രോസിക്യൂഷന്റെ ഒരു വീഴ്ചയാണോ, അതോ വേണമെങ്കിൽ വൗച്ചറുകളിൽ കൃത്രിമത്വം വരുത്തിയോ? അങ്ങനെയാണെങ്കിൽ അത് ആരാണ് അങ്ങനെ ചെയ്തത്? അത് മാത്രമല്ല, പോലീസ് അതിൽ അവസാനം പറഞ്ഞത് അവിടെ ഈ പറയുന്ന പൾസർ സുനി അല്ല സെറ്റിലെ പ്രശ്നം തീർത്തത്, പോലീസ് തന്നെയാണ്, അവിടെയുള്ള ലോക്കൽ പോലീസ് തന്നെയാണ് ഈ പ്രശ്നം തീർത്തത് എന്നാണ്. അതൊരു അബദ്ധം പറ്റിയതാണോ? കാരണം ഇത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണല്ലോ. കാരണം ഒന്നാമത്തെ കാര്യം, ഗൂഢാലോചന തിയറിയിലെ ഒന്നാമത്തെ കാര്യമാണല്ലോ പൾസറും ദിലീപുമായിട്ടുള്ള ബന്ധം എന്ന് തുടങ്ങി എന്ന് സ്ഥാപിക്കേണ്ടതാണല്ലോ. അവിടെ പാളിപ്പോയി, തുടക്കത്തിലെ പാളിപ്പോയി. അതെന്ത് സംഭവിച്ചു എന്നാണ് താങ്കളുടെ വിലയിരുത്തൽ? അതോ അത് കോടതി വിശ്വസിക്കാതിരുന്നതാണോ? അതൊന്നും പാളിപ്പോയിട്ടില്ല. കാരണം ഇതിനകത്ത് 7 എണ്ണം കൊടുത്തതായിട്ട് നമ്മൾ കണ്ടല്ലോ കോൺസ്പിറസിയുടെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ, അത്രയും കൊടുക്കണ്ടായിരുന്നെന്നാണ് ഞാൻ പറയണത്. കോടതി അത് ഏത് രീതിയിലാണ് കാണുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈക്കോടതി പോകാനല്ലേ പറ്റുള്ളൂ. അല്ലാതെ അവിടുത്തെ ഇത് ഓരോ ഇഞ്ച് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല 120B-ക്കകത്ത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതും വേണ്ടല്ലോ. അവരുടെ വാദഗതി എന്തായിരുന്നു? പൾസർ സുനിയായിട്ട് യാതൊരു പരിചയമില്ല എന്നാണല്ലോ. ഇവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ മതിയില്ല, അതെങ്ങനെ ഒന്നിച്ച് വന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ പോരെ? വേറെ എന്തിനാണ് അധികം കൊടുക്കുന്നത്? എൻ്റെ കാഴ്ചപ്പാടിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അത് കുറച്ചുകൂടെ സക്സസ്ഫുൾ ആയിട്ട് അവർ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കുറച്ചുകൂടെ നന്നായിട്ട് ജോലി ചെയ്തെന്ന് അതിൻ്റെ അർത്ഥം. എന്തുമാത്രം എവിഡൻസാണ് ഈ 120B-യിൽ? അത് കോടതി അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് ആ രീതി പോട്ടെന്ന്. അതിനകത്ത് നമ്മളിനി കാരണം വിധി ഇങ്ങനെ ആകുമെന്ന് എത്രയോ നാൾ മുമ്പ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത് കോടതിയെ നമ്മൾ വിമർശിക്കത്തില്ല ഒരിക്കലും, ആ ജഡ്ജ്മെന്റിനെ വിമർശിക്കും. ആ ജഡ്ജ്മെന്റ് നമ്മൾ വിമർശിക്കുന്നത് കോടതി അത് അക്സെപ്റ്റ് ചെയ്തില്ലെന്നേ പറയുള്ളൂ. എനിക്ക് അതിലിപ്പോൾ ശ്രീത്ത് പറഞ്ഞ കാര്യമുണ്ടല്ലോ, വിവരങ്ങൾ ഇനി സുനി ഗുണ്ട RS 650, അതായത് 650 രൂപ പൾസർ സുനിക്ക് അവിടെ ഗുണ്ടാപ്പണി ചെയ്തതിന് കൊടുത്തു എന്ന് പോലീസ് പറയുമ്പോൾ അവിടെ ജൂനിയർ ആർട്ടിസ്റ്റിന് കൊടുത്ത 650 രൂപ അത് മറ്റൊരു സുനിൽകുമാറിന് കൊടുത്തതാണ് എന്ന് ഡിഫൻസ് വക്കീൽ വാദിക്കുമ്പോൾ, ദിലീപിന്റെ വക്കീൽ വാദിക്കുമ്പോൾ അവിടെ മറുപടി ഉണ്ടാകാതെ പോകുന്നത് ശരിയല്ലല്ലോ പ്രോസിക്യൂഷന്. അവിടെ എന്തുകൊണ്ടാണ് ബൈജു പൗലോസ് ഇല്ല അവിടെ അങ്ങനെ ഗുണ്ടാപ്പണി നടത്തിയിട്ടില്ല പൾസർ സുനി, അവിടെ പോലീസാണ് ആളുകളെ നീക്കം ചെയ്തതെന്ന് പറയേണ്ടിയും വന്നു? അതാണ് ഞാൻ ചോദിച്ചത്, അതൊരു പാളിച്ചയാണോ, ഒരു പാളിപ്പോയ നീക്കമായി പോയോ എന്ന്. അതേപ്പറ്റി അതൊക്കെ നിസ്സാര ഒരു കാര്യമല്ലേ ഉള്ളൂ. അയാൾ അതിലെങ്കിൽ വേറെ എന്തുമാത്രം എവിഡൻസ് 120 കിടക്കുന്നെന്ന്. അതുകൊണ്ട് അത് ആ രീതിയിൽ അങ്ങ് വിട്ടേക്കാൻ ഞാൻ പറയുന്നത്. അതിനൊന്നും ആവശ്യമില്ല. കാരണം ഇത്രയും ആർഗ്യുമെന്റും ഇത്രയും വാദഗതികളൊന്നും അത് ഈ കോടതിയിൽ വരേണ്ട ആവശ്യമില്ല. ഒരെണ്ണം കൊടുത്താൽ പോരെ? ഒരു കാര്യം പറയാം, നാദിർഷായും പൾസർ സുനിയും ഈ 30,000 രൂപ കൈമാറിയ സമയത്ത് ഒരേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു അല്ലേ ശ്രീ ജോർജ് ജോസഫ്? തൊടുപുഴയിൽ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല സീമ ടെക്സ്റ്റൈൽസ് ഇല്ലേ തൊടുപുഴയിലെ, അവിടെയായിരുന്നു ഷൂട്ടിങ്, അവിടെ പൾസർ പോവുകയും ചെയ്തിരുന്നു. അതിനപ്പുറത്തുള്ള തെളിവ് വേണോ എന്ന് താങ്കൾ ചോദിക്കും അല്ലേ സ്വാഭാവികമായിട്ടും. പക്ഷെ 30,000 രൂപ കൊടുത്തതിന് തെളിവില്ല. ഇല്ല, നാദിർഷായെ പ്രതിയാക്കി പോകേണ്ടതെല്ലാവരും നാദിർഷായെ പ്രതിയാക്കി പോകേണ്ടതായിരുന്നു ഇതിനകത്ത്. അത് പോലീസ് ചെയ്തില്ലല്ലോ. പോലീസ് ഒത്തിരി കൺസെഷൻ കാണിച്ചുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു വന്നത്. നാദിർഷായ്ക്ക് ഇതിനകത്ത് പ്രതിയായി വന്നെങ്കിൽ മാത്രമേ ഒക്കുള്ളൂ ആ കേസിനകത്ത്. അതിനകത്ത് പോലീസ് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ധൈര്യം കാണിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് പിന്നെ മുഴുവൻ സമ്മർദ്ദം ഉണ്ടാവും.
കാരണം ഇതിനകത്ത് നമ്മൾ പറയുന്നതിന് മോട്ടീവ് ഇല്ല എന്ന് ഞാൻ പറയണത് വെറുതെയല്ല. ഇതിനകത്തൊരു മോട്ടീവ് പ്രതികൾക്കില്ല. ആ ദൃശ്യം എടുത്തതിന് മോട്ടീവില്ല. ആ ദൃശ്യം പിന്നെ ദിലീപിൻ്റെ അവരുടെ വീട്ടിൽ വന്നെന്നും അവിടുന്ന് പോലീസ് കണ്ടെടുത്തെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട മൊബൈൽ ഫോണിലെ ബോംബെ കൊണ്ട് ഡിലീറ്റ് ചെയ്യുന്ന പ്രതിക്ക് അങ്ങനെ അത് ശ്രീജിത്തിനോട് ചോദിക്കാം. ശ്രീജിത്ത്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന തെളിയിക്കാൻ ഒരു മോട്ടീവ് ഇല്ലല്ലോ. ആ മോട്ടീവിന്റെ ഭാഗത്തും അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ ദിലീപിന് നടിയുമായി ശത്രുതയ്ക്ക് കാരണമില്ല എന്നുള്ളത് മാത്രമല്ല, ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അതായത് അതിജീവിതയുടെ മൊഴിയെ അവിശ്വസിക്കുന്ന രീതിയിലാണ് ആ മോട്ടീവ് പരാമർശത്തിൽ കോടതി വന്നിട്ടുള്ളത്. പിന്നെ മലയാള സിനിമയിലെ അവസരങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടില്ല. ആ സമയത്തും 1 വർഷത്തിൽ 2 സിനിമകളിലെങ്കിലും നടി അഭിനയിക്കുമായിരുന്നു. പിന്നെ അന്യഭാഷാ സിനിമകളും ഉണ്ടായിരുന്നു. അപ്പോൾ കരിയർ നശിപ്പിച്ചിട്ടില്ല, ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആ മോട്ടീവിൻ്റെ ഭാഗം കോടതി ക്ലിയർ ചെയ്യുകയാണ്, അങ്ങനെ ഒരു മോട്ടീവ് ഇല്ല എന്ന്. ജോർജ് ജോസഫ് ചോദിക്കുന്നത്, അങ്ങനെയെങ്കിൽ ഈ 6 പ്രതികൾക്കും, ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട 6 പ്രതികൾക്കും അവർക്കെന്തായിരുന്നു മോട്ടീവ് ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ, അല്ലെങ്കിൽ കൃത്യം നിർവഹിക്കുന്നതിന് എന്നാണ്. അപ്പോൾ ഇത്രയും ശിക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് ജോർജ് ജോസഫ്. അങ്ങനെ ഒരു ഡിഫൻസ് എടുക്കുന്നുണ്ട്. അല്ല, നോക്കൂ, ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകളും അവർ ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകളെയും കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. കാരണം ശ്രീ ജോർജ് ജോസഫിന് മറ്റാരെക്കാളും നന്നായിട്ട് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള റിട്ടയർഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇതൊന്നും തന്നെ ഒരു തെളിവേ അല്ല എന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ 2017 മുതൽ ഒരു പൊസിഷനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അത് പറയുന്നത്. അതല്ലാതെ അദ്ദേഹം റിട്ടയർഡ് SP അല്ലേ. SP ആയിട്ട് സെർവ് ചെയ്തിരിക്കുന്ന ശ്രീ ജോർജ് ജോസഫിന് അറിയില്ലേ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന തെളിവ് എന്ന് പറയുന്നത് ഒരു തെളിവേ അല്ല, അത് മണ്ടത്തരമാണെന്ന് സാറിന് അറിയാം. ശ്രീജിത്തെ ഇല്ല, ചെവി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ കാണാൻ അത് മതി. കാരണം അത് ചാനലിൽ പറയത്തില്ല ഞാൻ. എന്താണ് ഇതിന്റെ മോട്ടീവ് എന്താണെന്ന് കൃത്യമായിട്ട് എന്റെ മനസ്സിൽ ഇരിപ്പുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം, ബോധ്യപ്പെട്ടോളും. അപ്പൊ ഈ മാറിക്കോളും. ജോർജ് ജോസഫ് സാർ, ഞാൻ അതല്ല പറയുന്നത്. ഞാൻ പറയുന്നത് നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ ഞാൻ പറയുന്നത് അവിടെ കൊണ്ടുവന്നിരിക്കുന്ന എവിഡൻസ്, ആ എവിഡൻസ് വെറും പൊട്ടയാണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം. ഈ എവിഡൻസ് ഫാബ്രിക്കേറ്റഡ് ആണ് എന്നറിയാം. ഞാൻ പറയുന്നത് നമുക്ക് തെളിവുണ്ട് എങ്കിൽ വിശ്വസിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്തുകൊണ്ടാ, ഇത് നമ്മളാരും നേരിട്ട് കണ്ടിരിക്കുന്ന ഇൻസിഡന്റ് അല്ല. ഈ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് നമ്മളാരും നേരിട്ട് കണ്ടിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ കോടതിയിൽ നടന്നിരിക്കുന്ന വാദപ്രതിവാദങ്ങളും ഇൻ ക്യാമറ ആയതുകൊണ്ട് നമ്മളാരും കണ്ടിരിക്കുന്നതല്ല. അതുകൊണ്ട് കോടതി വിധിയിൽ കോടതി 2 പക്ഷത്തിനെയും നോക്കിയിട്ട് ഈ തെളിവുകൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളെ മുൻവിധിയില്ലാതെ സമീപിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഒരു ചെറിയ ഉദാഹരണം വേണമെങ്കിൽ പറയാം. ഈ പൾസർ സുനിക്ക് ദിലീപുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ആർക്കേഡിയ ഹോട്ടലിൽ താമസിച്ചിരുന്ന സമയത്ത് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു പുരുഷോത്തമനുണ്ട്. ഈ പുരുഷോത്തമൻ ആരാണ്? അദ്ദേഹം പറയുന്നത് മുകേഷിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ അവസാനം കോടതിയിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം മേക്കപ്പ് അസിസ്റ്റന്റ് ആണ് എന്ന് മാറ്റിയിട്ടുണ്ട്. അത് പോട്ടെ. അദ്ദേഹം പറയുന്നത് എന്താണ്, ഏഞ്ചൽ കിങ് ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്നിട്ടുള്ള ഒരു സ്ഥലത്ത് പൾസർ സുനിയും ഇയാൾ ഒരുമിച്ചാണ് ഈ ഷൂട്ടിന്റെ സമയത്ത് താമസിച്ചിരുന്നത് എന്നാണ്. ഈ പോലീസ് തന്നെ പോയിട്ട് ഏഞ്ചൽ കിങ് ടൂറിസ്റ്റ് ഹോമിൽ നിന്നുള്ള ഡേറ്റയും കാര്യങ്ങളും, അതായത് അവിടുത്തെ ആൾക്കാരുടെ രജിസ്റ്റർ എല്ലാ ഹോട്ടലിലും ഉണ്ടല്ലോ, അവിടെ താമസിച്ചിരിക്കുന്നത് നോക്കുമ്പോൾ ഇവർ 2 പേരും അവിടെ ഇല്ല. പിന്നോ ഇയാൾ ആദ്യം പറഞ്ഞിരുന്നത് എന്താണ്, ഇയാളുടെ ആദ്യത്തെ മൊഴി അനുസരിച്ച് ഇയാൾ പൾസർ സുനി വെള്ളം അടിച്ചിട്ട് റൂമിലേക്ക് വന്നിരുന്ന സമയത്ത് ഇയാൾ അവിടെ നിന്ന് ഇയാളെ പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ കോടതിയിൽ പോയിട്ട് അയാൾ പറഞ്ഞിരുന്നത് എന്താണ്, അങ്ങനെയല്ല, അതായത് ഞങ്ങൾ ഇവിടെ ഒന്നിച്ചാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു. നേരത്തെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്നതാണ് എന്ന് പറയുന്ന സമയത്ത് ഇവർക്ക് അഡ്മിറ്റ് ചെയ്യല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ പറയുന്നത് ഫാബ്രിക്കേറ്റഡ് എവിഡൻസ് അല്ലേ. ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള എവിഡൻസ് കൊണ്ടുവരിക. അതുകൊണ്ടാണ് കോടതി പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാം. ഒരു ചെറിയ കാര്യം, നേരത്തെ മഞ്ജുഷ പറഞ്ഞിരുന്ന സംഭവമല്ലേ, ഗുണ്ടകളുടെ പ്രശ്നം ഉണ്ടാകുന്നു, പരിഹരിക്കുന്നത് പോലീസാണെന്ന് കൃത്യമായ രേഖകളുള്ളപ്പോൾ ബൈജു പൗലോസിനെ വിളിച്ചു നിർത്തിയിട്ട് കോടതി ചോദിക്കുന്നു, ഇത് ആരാണ് പരിഹരിച്ചത്? ഈ പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ടുള്ള എൻക്വയറി ഓഫീസറായിട്ടുള്ള ബൈജു പൗലോസ് ഈ സുനിൽകുമാർ ഗുണ്ട 650 രൂപ എന്ന് പറയുന്ന വ്യാജ സ്ലിപ്പ് കൊണ്ടുവന്ന് കൊടുത്ത് അത് സുനിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആള് പറയുകയാണ്, ഇത് അന്വേഷിച്ച് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് പോലീസാണ്. എന്നിട്ടോ അതിൽ സുനിയെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചോ? ഇല്ല. എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ഉത്തരമില്ല. ഞാൻ പറഞ്ഞ ഇതാണ് തെളിവ്. അതേപോലെ തന്നെ ഈ പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന മറ്റു വാദങ്ങൾ, നമ്മൾ ഈ ഇൻഡിവിജ്വൽ തെളിവാണ് പറയുന്നത്. പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന വാദമല്ലേ, ഈ അതിക്രമം നടക്കുന്ന സമയത്ത് ഒരാഴ്ച ദിലീപ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു എന്ന് വ്യാജരേഖ ഉണ്ടാക്കിയെന്ന്. നമ്മളൊക്കെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന സമയത്ത് അപ്പുറത്തെ ഭാഗം പറയാൻ വന്നിരിക്കുന്ന എത്രയോ ആൾക്കാർ ഈ ചർച്ചയുടെ വിധിയുടെ തലേ ദിവസം വരെ പറഞ്ഞു, നോക്കൂ ദിലീപ് എന്തിനാണ് അങ്ങേർക്ക് അതിൽ പങ്കില്ല എങ്കിൽ ഒരാഴ്ചത്തെ ഹോസ്പിറ്റലൈസേഷന്റെ വ്യാജരേഖകൾ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു.
അപ്പൊ നമുക്കറിയില്ല, കാരണം ഈ അടച്ചിട്ട കോടതി മുറിയിൽ എന്താ പറയുന്നത് നമുക്കറിയില്ല. വിധി വന്നപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്ത്? പ്രോസിക്യൂഷൻ പോലും സംശയിക്കാത്ത കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. കാരണം ആ വാദങ്ങൾ പ്രോസിക്യൂഷൻ ഇല്ല. ദിലീപ് ഒരിടത്തും ക്ലെയിം ചെയ്തിട്ടില്ല അയാൾ അവിടെ ഇൻപേഷ്യന്റ് ആയിരുന്നുവെന്ന്. അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നതിന്റെ രേഖകളില്ല. ദിലീപിന് ആ വാദമില്ല, ദിലീപിന്റെ വക്കീലിന് ആ വാദമില്ല, അവിടെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ശരിയാണ്. ഡോക്ടർക്ക് ആ ജോർജ് വാദമില്ല, ജോസഫ്, അവിടെ അവിടെ ഉണ്ടായിരുന്ന അവിടെ നഴ്സുമാർക്ക് ക്രൈം വാദമില്ല. സീനിൽ പ്രോസിക്യൂഷന്റെ ഗൂഢാലോചനയിലെ എന്റെ ചർച്ച പങ്കാളി ആസൂത്രകൻ ഉണ്ടാകരുത്, അങ്ങനെ രക്ഷപ്പെടുന്നതിന് വേണ്ടി കൃത്രിമമായിട്ടൊരു രേഖയുണ്ടാക്കി ആ ദിവസങ്ങളിൽ ദിലീപ് ആലുവയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു, പനി കൂടിയിട്ട്. അത് ഒന്നും രണ്ടും ദിവസമല്ല, ഒരാഴ്ചയിലേറെ ചികിത്സയിലായിരുന്നു എന്നായിരുന്നുവല്ലോ വാദം വന്നിരുന്നത്. അതായത് ഈ കൃത്യം നടക്കുന്നതിന് മുൻപ്, കൃത്യം നടന്നത് ഫെബ്രുവരി 17-നാണ്, 14-ാം തീയതി അഡ്മിറ്റ് ആകുന്നു, 21-ാം തീയതി അവിടെ നിന്ന് ഡിസ്ചാർജ് ആകുന്നു. ഇങ്ങനെയായിരുന്നുവല്ലോ. പക്ഷേ ശ്രീജിത്ത് പറഞ്ഞതുപോലെ അങ്ങനെ ഡിഫൻസ് വക്കീലിനൊരു വാദമില്ലായിരുന്നു, ദിലീപിന് അങ്ങനെ ഒരു വാദമില്ലായിരുന്നു. കാരണം ക്രൈം സീനിൽ ഇദ്ദേഹം ഇല്ലായിരുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വാദമില്ലായിരുന്നു. അവിടെയും പ്രോസിക്യൂഷന് പാളിച്ചയല്ലേ. അത് മാത്രമല്ല, 17-ാം തീയതി കൃത്യം നടക്കുന്നു, 19-ാം തീയതി എറണാകുളം ദർബാർ ഹാൾ മൈതാനത്ത് ദിലീപ് പ്രസംഗിച്ചു അതിജീവിതയോടൊപ്പം എന്നുള്ള മുദ്രാവാക്യവുമായി. അവിടെ സിനിമയിലെ പ്രവർത്തകർ സംസാരിച്ചപ്പോൾ അവിടെ ദിലീപും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ക്രൈം സീനിൽ ഇല്ല എന്ന് വരുത്തി തീർക്കുവാൻ ആശുപത്രിയിൽ കിടന്നു എന്നുള്ള വാദം തെറ്റായി പോയില്ലേ? അവിടെ പ്രോസിക്യൂഷനല്ലേ വീഴ്ച സംഭവിച്ചത്? ആശുപത്രിയിൽ കിടന്നുള്ള റെക്കോർഡ് ഉണ്ടല്ലോ. ആ ഡോക്ടർ ഇല്ല, മൊഴി ഇല്ല, ഇല്ല, കൊടുത്തു. റെക്കോർഡില്ല. അതിനിടയ്ക്ക് റെക്കോർഡില്ല. പനിയൊക്കെ പിടിച്ച് നമ്മൾ ഒരാഴ്ച ആശുപത്രി കിടന്നതിന്റെ ഉണ്ട്. ആ തുടക്കം മുതലുണ്ട്. ഇല്ല, റെക്കോർഡില്ല, തുടക്കം റെക്കോർഡില്ല. മുതലുണ്ട്. ആ ഡോക്ടർ മൊഴി ഡിപ്പോസിഷൻ, ഇല്ല സാർ. അദ്ദേഹത്തിന്റെ ഡിപ്പോസിഷൻ നോക്കണം. അത് പക്ഷെ ഇല്ല സാർ, ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അറിയില്ല അത്. ഒരു ദിവസം ഇല്ലേ, അന്ന് ക്ഷീണിതനായിരുന്നു, അതുകൊണ്ട് IV എടുത്തതിന് 14-ാം ശേഷം തീയതി വീട്ടിൽ മഞ്ജുഷ് പറഞ്ഞു ഞാൻ പറയാം. വിട്ടതാണ്. മഞ്ജുഷ് IV ക്ക് മഞ്ജുഷ് ശേഷം അല്ലേ? 14-ാം തീയതി രാത്രി 7 മണിക്ക് ശേഷം ദിലീപ് അവിടെ വരുന്നു, മരുന്ന് വാങ്ങുന്നു, IV ഇടുന്നു, 3 മണിക്കൂർ അവിടെ കിടക്കുന്നു, തിരിച്ചു വീട്ടിൽ പോകുന്നു. ഇതാണ് ഹോസ്പിറ്റൽ റെക്കോർഡ്. ഒരാഴ്ചത്തെ അഡ്മിഷൻ ഇല്ല, ഒരു പേപ്പറില്ല. ഈ കാര്യത്തിൽ ഈ ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ, അതായത് ഡോക്ടറുടെ കെയർ, പിന്നെ പൾസ്, ടെമ്പറേച്ചർ ചാർട്ട്, നഴ്സിംഗ് ചാർട്ട്, ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതിൽ പ്രോസിക്യൂഷന് എതിരഭിപ്രായം ഇല്ല എന്നാണ്. അതായത് അത് ഫാബ്രിക്കേറ്റഡ് അല്ല എന്ന് പ്രോസിക്യൂഷൻ സമ്മതിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്രോസിക്യൂഷൻ വ്യാജമായിട്ടൊരു വാർത്ത കൊണ്ടുവന്നു, പ്രോസിക്യൂഷൻ തന്നെ രേഖകൾ പിടിച്ചെടുക്കുന്നു, എന്നിട്ട് പ്രോസിക്യൂഷൻ അത് കോടതിയിൽ സമർപ്പിക്കുന്നു. കോടതി അത് നോക്കുന്ന സമയത്ത് അതിനകത്ത് OP എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഇൻപേഷ്യന്റ് എന്ന് എഴുതിയിട്ടില്ല. ഒരാഴ്ച ഇവിടെ അഡ്മിഷൻ ഉണ്ടെങ്കിൽ നഴ്സിംഗ് കെയറിന്റെ ചാർജ് വരണ്ടേ? ഈ 7 ദിവസം അവിടെ കിടക്കുന്ന സമയത്ത് നഴ്സിംഗ് കെയർ വരണ്ടേ? അതില്ലല്ലോ, ഒന്നുമില്ലല്ലോ. ഒറ്റ ദിവസത്തെ കാര്യം മാത്രമേ ഉള്ളല്ലോ. അങ്ങനെ ഒരാഴ്ച ആശുപത്രിയിൽ കിടക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ജോർജ് ജോസഫ്. അങ്ങനെ ജോർജ് ജോസഫിന്റെ മറുപടി കൂടി, അങ്ങനെ ചില പാളിച്ചകൾ പറ്റിയോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എന്തിനാണ് പ്രോസിക്യൂഷൻ ആ രീതിയിൽ ചിന്തിച്ചത്? മാത്രമല്ല, ഡിഫൻസ് വക്കീൽ എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. ഇല്ല, ഡോക്ടർ മൊഴി പറഞ്ഞിട്ടുണ്ടല്ലോ. അയാളുടെ ട്രീറ്റ്മെന്റ് 14-ാം തീയതി മുതൽ ഈ സംഭവത്തിന് ശേഷം 3 ദിവസത്തിന് അപ്പുറം അയാളുടെ ട്രീറ്റ്മെന്റിലാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്തിനാ ട്രീറ്റ്മെന്റ്? അത് കോടതി ഡിപ്പോസിഷനകത്ത് കാണില്ല. അത് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ക്രൈം സീനിൽ ദിലീപ് ഗൂഢാലോചന നടത്തിയാൽ മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ കോടതിക്ക് മുന്നിൽ ഗൂഢാലോചന നടത്തിയാൽ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഇല്ല, അദ്ദേഹം മൊബൈൽ ഫോണൊക്കെ ഓഫ് ചെയ്ത് മറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ ഒന്ന് വരുത്തി തീർക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ 13-ാം തീയതി ഡോക്ടറെ വീട്ടിൽ കാണുന്നു, 14-ാം തീയതി രാത്രി വന്നിട്ട് IV ഇടുന്നു, പിന്നീട് 20-ാം തീയതി ഡോക്ടറെ കാണുന്നു. അത് ഡോക്ടറെ ട്രീറ്റ്മെന്റിലാണെന്ന് വരുത്തി തീർക്കാനല്ലേ അങ്ങനെ വന്നത്. അത് അവിടെ കിടക്കണോ നിർബന്ധമുണ്ടോ? ഇദ്ദേഹത്തിനെ പോലെ അല്ല, അദ്ദേഹം അവിടെ ക്രൈം സീനിൽ ഉണ്ടെന്നൊരു കേസില്ലല്ലോ, പിന്നെ എന്തിനാണ് ആലിബി? ഇല്ല. അപ്പൊ അതുകൊണ്ട് 14-ാം തീയതി അല്ലല്ല, ക്രൈം സീനിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ ആലിബി വേണം. ഇതിനകത്ത് എനിക്ക് പങ്കില്ല. ഞാൻ ആശുപത്രി ഇല്ല ക്രൈം സീനിൽ അങ്ങനെ ഒരു കേസേ ഇല്ല. ഇങ്ങനെ ആശുപത്രിയിലാണ് പറ്റി അറിയില്ല. പൊട്ടൻ ഡിഫൻസ് ആണത്. അതിനാണ് അങ്ങനല്ല. അദ്ദേഹം ഒരു സെക്കൻഡ്, അതുകൊണ്ടല്ലാതെ ക്രൈം സീനിൽ ഇല്ല എന്നുള്ള ഒരു വാദഗതി അതിനു വേണ്ടിയിട്ടല്ല. ആണ്. നോക്കൂ, ക്രൈം സീനിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അതിജീവിതയും മറ്റ് ക്രിമിനൽസ് ആണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികളാണ്. ഈ പ്രതികൾക്കോ അതിജീവിതയ്ക്കോ ദിലീപിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ള ഒരു വാദമില്ല. പോലീസിന് ദിലീപിന്റെ അവിടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള ഒരു വാദമില്ല. എന്ന് വെച്ചാൽ ഹി ഓൾറെഡി ഹാസ് എൻ ആലിബി ദാറ്റ് ഹീസ് എൽസ്വെയർ. ആ എൽസ്വെയർ ആയിരിക്കുന്നു എന്ന് പറയുന്ന തനിക്കെതിരെ ആ ക്രൈം സീനിൽ ഉണ്ട് എന്നൊരു മൊഴിയില്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ പിന്നീട് ഇന്ന പർട്ടിക്കുലർ സ്ഥലത്താണ് എന്നൊരാൾ പറയേണ്ടതിന്റെ കാര്യം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് പ്രോസിക്യൂഷന് മറുപടിയില്ല.
ജോർജ് ജോസഫ് സാർ ഇവിടെ ഇരുന്ന് പറയുന്ന പോലെയല്ല, പ്രോസിക്യൂഷന് മറുപടി ഇല്ല. ഇയാൾ എന്തിനാണ് ഈ ഡോക്യുമെന്റ് ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ മറുപടി ഇല്ല. ഇല്ല അതൊക്കെ തോന്നല, തോന്നലൊന്നുമല്ല, കോടതിയിൽ എന്നാ പിന്നെ പ്രോസിക്യൂഷൻ തോന്നാൻ ഡോക്യുമെന്റ് ഉണ്ടാക്കുന്നത് അന്നേരമല്ലേ അല്ല 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 അവിടെ അതിന് മറുപടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കുറ്റത്തിന് 22-ാം തീയതി നോക്കൂ, 22-ാം തീയതി ഫെബ്രുവരി മാസം 22-ാം തീയതി തന്നെ ഈ ബില്ല് പ്രിപ്പയർ ചെയ്യുകയും ഈ ബില്ല് അതിലെ ഈ പ്രോസിക്യൂഷൻ വിറ്റ്നസ് 75, അതായത് രാമലീല എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡക്ഷൻ നോക്കുന്ന ആളിന് ഇത് അയച്ചു കൊടുക്കുകയും പ്രൊഡക്ഷനിൽ നിന്ന് പേയ്മെന്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെയും പ്രോസിക്യൂഷൻ സംശയിക്കുന്നില്ല, കാരണം എവിഡൻസ് അവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി പ്രോസിക്യൂഷന് പിന്നെ വാദമേ ഇല്ല എന്ന് പറയുന്നത്. ശരി, മറ്റൊരു കാര്യം കൂടി ജോർജ് ജോസഫ്, അവസാനമായി മറ്റൊരു കാര്യം കൂടി, ഈ മാഡത്തിന്റെ കാര്യം പോലും ഈ വിധിന്യായത്തിൽ കോടതി പറയുന്നുണ്ട്. പൾസർ സുനി അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതാണ്, പക്ഷേ എന്തുകൊണ്ട് ആ അന്വേഷണത്തിലേക്ക് പോയില്ല? അതുമാത്രമല്ല, പൾസർ സുനിയെ അവസാനം വിളിക്കുകയും പൾസർ സുനിക്ക് അവസാനം മെസ്സേജ് അയക്കുകയും ചെയ്ത ശ്രീലക്ഷ്മിയെക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല, ഒരു സാക്ഷി പോലും ആക്കിയില്ല എന്നുള്ള കാര്യവും കോടതി പറയുകയാണ്. എന്താണ് അതിന് പിന്നിലുള്ളത്? എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ അതിലേക്ക് പോയില്ല? അങ്ങനെ ഒരു വിവരം കോടതിക്ക് അങ്ങനെ കിട്ടി? ആരുടെ മൊഴിയിലാണ് അത് വന്നത്? അല്ല, അത് CDR പരിശോധിച്ചപ്പോഴല്ലേ പറയുന്ന കാര്യങ്ങളൊക്കെ. ഒരു സെക്കൻഡ്, എനിക്ക് അത് വായിച്ചപ്പോൾ മനസ്സിലായത് CDR പരിശോധിച്ചപ്പോൾ ഈ കൃത്യം നടക്കുന്നതിന് അരമണിക്കൂർ മുൻപ് പോലും ഈ നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. അവരുടെ CDR ഉണ്ട്, അവര് സാക്ഷിയല്ല, പ്രതിയല്ല, അവരുടെ CDR ഉണ്ട്, അവരുടെ ഫോൺ പിടിച്ചെടുത്തു പോലീസ്. അവര് സാക്ഷിയല്ല, അവരുടെ ഫോൺ പിടിച്ചെടുത്തു. ശ്രീ ജോർജ് ജോസഫ്, ഈ കൃത്യം നടക്കുന്ന ദിവസം, ഒരു സെക്കൻഡ്, ഈ കൃത്യം നടക്കുന്ന ദിവസം 1-ാം പ്രതി ഈ കൃത്യം നടക്കുന്ന സമയത്തുൾപ്പെടെ മറ്റൊരാളുമായി സംസാരിക്കുകയും മെസ്സേജുകൾ അയക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ആളിന്റെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ആൾ ഇതിനകത്തിൽ പ്രതിയല്ല അല്ലെങ്കിൽ സാക്ഷിയല്ല? എന്തുകൊണ്ട് അയാളെ കൊണ്ടുവന്ന് വിസ്തരിച്ചിട്ടില്ല? താങ്കൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ? അതൊരു ഒമിഷനാണോ? സമ്മതിക്കൂലേ? അന്നത്തെ ദിവസം ആ ക്രൈം നടക്കുന്ന സമയത്ത് അവർക്കൊരു സമ്മതിക്കുന്നത് അല്ലാതെ ആരാണ് കോടതി ചോദിക്കുകയാണ് എന്തുകൊണ്ട് അവരെ കോടതിയിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്നില്ല, അവരെ വിസ്തരിക്കാത്തത് എന്താണെന്ന് ജഡ്ജി ചോദിക്കുകയാണ്. മറുപടിയില്ല. അത് കോടതിയിൽ ഇല്ല അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ് നിശ്ചയിക്കുന്നത്, അല്ല കോടതിയല്ല നിശ്ചയിക്കുന്നത്. ആരൊക്കെ സാക്ഷിയാക്കണമെന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്, കോടതിക്ക് റോളില്ല. അതുകൊണ്ട് ഈ പരിപാടി നടക്കുന്ന രാത്രി, ഈ പ്രശ്നം നടക്കുന്ന രാത്രി സമയത്ത് ഏത് മണി മുതൽ ഏത് മണി വരെ ഇവരുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, എത്ര തവണ സംസാരിച്ചിട്ടുണ്ട്, കോളിന്റെ ദൈർഘ്യം എന്താണ്, എത്ര മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ കൃത്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 1-ാം പ്രതിയായിട്ടുള്ള വ്യക്തി മറ്റൊരാളുമായി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ആളുമായി എന്തിനാണ് കോണ്ടാക്ട് ചെയ്തത്, എന്താണ് ഇത്ര സുദീർഘമായിട്ട് പലതവണ വിളിക്കുന്നതിന്റെ കാരണം, ഈ ക്രൈം നടക്കുന്ന സമയത്ത് അയാൾ എൻഗേജ്ഡ് ആകുന്നതിന്റെ കാരണം എന്താണ് എന്ന് പറയുന്നത് തന്നെ അയാളെ പ്രോസിക്യൂഷൻ വിറ്റ്നസ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് മതിയായ കാരണമാണ്. പക്ഷെ അങ്ങനെ കൊണ്ടുപോയി ചേർത്ത് വിചാരണ ചെയ്യുന്നില്ലെന്നേ, അയാളെ കൊണ്ട് ആ വ്യക്തിയെ കൊണ്ടുവന്ന് കൂട്ടിൽ നിർത്തുന്നില്ല. അത് കാണുന്ന സമയത്താണ് ചോദിക്കുന്നത്, മാഡം തന്നിരിക്കുന്ന കൊട്ടേഷൻ ആണെന്ന് പറയുകയും ഇതൊരു സ്ത്രീ ആവുകയും ചെയ്തപ്പോ ആ ആളിനെ നമ്മൾ കാണുന്നില്ലല്ലോ എന്ന് കോടതി പറയുന്ന സമയത്ത് എന്ത് ന്യായം പറയും? ബൈജു പൗലോസിന്റെ സൗകര്യമാണെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയിട്ട് പൾസർ സുനി അന്ന് സംസാരിച്ച 2 പേരെ ഞാൻ കൊണ്ടുവരും, 4 പേരെ ഞാൻ കൊണ്ടുവരത്തില്ല എന്ന് പറഞ്ഞാണ് അന്വേഷണം. ഷാബി അന്വേഷണം, തൂക്കിയിട്ട് ഇടിക്കുന്ന അന്വേഷണമാണ്. അതാണ് നടന്നത്. കോടതി തൂക്കിയിട്ട് മറുപടി ഞാൻ ഈ കോടതി വിധി വായിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു. കാരണം പോലീസിനും പ്രോസിക്യൂഷനും അല്ല തെളിവുകൾ ഹാജരാക്കാൻ കഴിയാതെ വരികയാണ്. അതാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നത്, പോലീസ് അന്വേഷണവും പ്രോസിക്യൂഷന്റെ വാദങ്ങളും ദുർബലമായോ എന്ന്. ഞാൻ ഈ കൃത്യത്തിലേക്കല്ല പോകുന്നത്. ഒരു ആസൂത്രകൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, പക്ഷെ അതിലേക്ക് അന്വേഷണം പോയിട്ടില്ല. അത് പോയിട്ടില്ല. നമുക്കങ്ങനെ കേസ് ഡയറി നോക്കി അറിയാമല്ലോ, അത് ആരും കണ്ടിട്ടില്ലല്ലോ കേസ് ഡയറി. അതിലേക്ക് അന്വേഷണം ആ സാക്ഷി കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലെങ്കിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. അത് തന്നെയല്ലേ അതല്ല, അത് കോടതി നമ്മൾ ചാർജ് കൊടുത്തതിനകത്ത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. സ്വകാര്യത മാനിച്ചാണ് സാക്ഷിയാക്കാതിരുന്നത് പറഞ്ഞിട്ടുണ്ട്. സ്വകാര്യത മാനിച്ച് സാക്ഷിയാക്കുന്നില്ല, അങ്ങനെയായിരുന്നു പറഞ്ഞേക്കുന്നത്. ഡിപ്പോസിഷന് അത് ആക്കത്തില്ല. അത് ഇത് എന്നാന്നറിയാവോ, ഒരു കോടതിക്ക് ഇല്ല അത് അതെ
സാർ ഇത് അല്ലല്ല ഇല്ലില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാദം തെറ്റാവുന്നില്ലല്ലോ നമ്മൾ സാർ. പലരും സാക്ഷിയാക്കി ജോർജ് ജോസഫ് സാറേ, ഞാൻ ഈ ചർച്ചയില് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ഈ പ്രോസിക്യൂഷൻ കൊടുത്തിരിക്കുന്ന ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള നിലനിൽക്കാത്ത ലാഫബിൾ ആയിട്ടുള്ള എവിഡൻസിനെ പറ്റിയാണ്. അതെല്ലാം അല്ലല്ല ഇല്ലില്ല എന്ന് പറയുന്നതല്ലാതെ സാർ അത് എന്തുകൊണ്ട് എന്ന് പറയുന്നില്ല. അവിടെയാണ് പ്രശ്നം. അല്ല, അത് ആദ്യം ജോർജ് ജോസഫ് സാർ പറഞ്ഞിരുന്നു കോടതി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നതാണ് ജോർജ് ജോസഫ് സാറിന്റെ വാദം അല്ലേ? ഇല്ലില്ല സാറേ, അങ്ങനെയല്ലേ വാദം? കോടതി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾ അല്ലാന്നും ഇല്ലാന്നും തന്നെയാ പറയാനൊക്കെ. ഇല്ലില്ല, അത് പണിക്കരുടെ ആയാലും ശരി, കോടതിയുടെ ആയാലും നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അത് റീസൺ ഒന്നും പറയേണ്ട ആവശ്യമില്ല, എക്സ്പ്ലെയിൻ്റെ ആവശ്യമില്ല. കോടതി കൊടുക്കുന്ന പ്രോസിക്യൂഷൻ അനുസരിച്ച് എവിഡൻസ് കോടതി കിട്ടിയെന്ന് മാത്രം അത് കോടതി അക്സെപ്റ്റ് ചെയ്ത് കേസ് കൊടുത്തോന്നേ. അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയാണ്. അല്ലാതെ ഈ രീതിയിൽ നിങ്ങളുടെ വിശദീകരണം പറഞ്ഞു സാർ. ഞാൻ വേറൊരു കാര്യം പറയാം. ഇതേപോലെ പോലീസിന്റെ ഒരു ഒമിഷന്റെ കാര്യം ഞാൻ പറയാം. നമ്മൾ ഈ ആശുപത്രിയെ പറ്റി പറഞ്ഞു. ഈ ആശുപത്രിയിൽ അതിന്റെ ഈ പേഷ്യന്റ് ചാർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഒരു നേഴ്സിനെ അത് ഏൽപ്പിക്കുന്നു. ആ നേഴ്സ് ആ ജോലി മറ്റൊരു നേഴ്സിനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരാണിത് പിന്നീട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ ഒരു നേഴ്സിനെ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ, രണ്ടാമത്തെ നേഴ്സിനെ കൊണ്ടുവരുന്നില്ല. കോടതി ചോദിക്കുന്നുണ്ട്, രണ്ടാമത്തെ നേഴ്സ് ഇവിടെ ഉണ്ടല്ലോ, എന്താ ഇവിടെ കൊണ്ടുവരാത്തെ എന്ന് ചോദിക്കുന്നുണ്ട്. മറുപടി ഇല്ലെന്നേ. എന്താ ഇവരെയൊക്കെ കൊണ്ടുവരാത്തെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവരുടെ വാദം കൺസിസ്റ്റന്റ് ആവണ്ടേ? പോലീസ് പറഞ്ഞിരിക്കുന്ന വാദം കൺസിസ്റ്റന്റ് ആവണ്ടേ? ഇത് മുഴുവനും ഫാബ്രിക്കേറ്റഡ് ആണെന്ന് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാകാവുന്ന ഒരു കാര്യത്തിൽ എവിഡൻസിന്റെ മെറിറ്റ് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധാരണക്കാരനായിട്ടുള്ള ഒരാളിന് കഴിയാത്ത സാഹചര്യത്തിൽ ഹണിയം വർഗീസ് അല്ല, ശ്രീ ജോർജ് ജോസഫ് ആണ് അവിടുത്തെ ജഡ്ജെങ്കിലും ദിലീപിനെ വെറുതെ വിടുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം, അവസാനമായി ഒരു കാര്യം കൂടി, മോട്ടീവ് ഇല്ല, ദിലീപിന് ഈ നടിയോട് പകയില്ല എന്നുള്ള കാര്യമാണല്ലോ കോടതി പറഞ്ഞിരിക്കുന്നത്. അതിലെ ആ മോട്ടീവിന്റെ ഭാഗത്ത് കൺക്ലൂഷനായിട്ട്. പക്ഷേ അതിജീവിതയുടെ മൊഴി അത് അത്രമാത്രം ദുർബലമാണോ ശ്രീ പണിക്കർ? ശ്രീ ജോർജ് ജോസഫ്, അത് താങ്കൾ പറയൂ. അങ്ങനെ മോട്ടീവ് ഇല്ല എന്ന് കണ്ടെത്തുന്ന രീതിയിലേക്ക് ദുർബലമായിരുന്നു? അത് മാത്രമല്ല, മറ്റു വിറ്റ്നസ്സുകളുമുണ്ട്. മഞ്ജു വാര്യരുടെ വിറ്റ്നസ് ഉണ്ട്, ഗീതു മോഹൻദാസ് ഉണ്ട്, അങ്ങനെ പല ആളുകളും അക്കാര്യത്തിലുണ്ട്. പക്ഷെ കോടതിക്ക് അത് ബോധ്യമായിട്ടില്ല. താങ്കൾ എങ്ങനെ കരുതുന്നു? ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, എന്താണ് പൾസർ സുനിക്കൊക്കെ മോട്ടീവ് എന്തായിരുന്നു? അത് പറയട്ടെ കോടതി. പൾസർ സുനിയുടെ മോട്ടീവ് എന്താണ്? ഗാങ് റേപ്പ് മാത്രമല്ലേ ഉള്ളൂ, വേറെ മോട്ടീവ് ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ദൃശ്യം എടുത്തത്? അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് കൊട്ടേഷൻ ആണെങ്കിൽ മാത്രമേ ദൃശ്യം എടുക്കാൻ പറ്റൂന്നാണോ? കൊട്ടേഷൻ ആണെങ്കിൽ മാത്രമേ റേപ്പിന്റെ ദൃശ്യം എടുക്കാൻ പറ്റൂ? അതിനൊരു മോട്ടീവ് ഇന്നേ വരെ ഇന്ത്യയിൽ കൊട്ടേഷൻ റേപ്പ് നടന്നിട്ടില്ല. അതിനൊരു മോട്ടീവ്, ഇന്ത്യയിലെ ആദ്യത്തെ കൊട്ടേഷൻ റേപ്പ് ആണിതെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനു മുമ്പ് എത്രയോ റേപ്പ് കേസുകളിൽ, എത്രയോ പീഡന കേസുകളിൽ ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ട്. അത് എത്രയോ വ്യവഹാര നടപടികളിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നു മോട്ടീവ്? ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തുകൊണ്ടാണോ അതെല്ലാം ചെയ്തത്? അല്ലല്ലോ. പൾസർ സുനി ഇതിനു മുമ്പ് ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയതെല്ലാം പിന്നെ ദിലീപ് കൊട്ടേഷൻ കൊടുത്തിട്ടാണോ? കേസുണ്ടല്ലോ വേറെ. അല്ല, എനിക്ക് വീഡിയോ പകർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊട്ടേഷൻ ആണെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താ? അതിനകത്ത് ലോജിക്കുണ്ട്. പല കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ പറയാനൊക്കത്തില്ല. കോടതിയെ വിമർശിക്കുന്ന മനസ്സില്ലേ, പറയാൻ ഒക്കില്ല. അത് ലോജിക്കുണ്ട്. അതാ ഞാൻ ചെവിക്കകത്ത് പറഞ്ഞുതരാന്ന് പറഞ്ഞു. ചെവി പറഞ്ഞുതരാം സമയത്ത് അത് ചർച്ചയിൽ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചർച്ചയാണെന്നേ. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശരിയാണ്. അല്ല, ഇക്കാര്യത്തിൽ അങ്ങനെ ചർച്ച ഞാൻ തയ്യാറല്ല. കോടതി വിധി പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രോസിക്യൂഷനും പോലീസും ഹാജരാക്കിയ തെളിവുകൾ അത് നിലനിൽക്കുന്നതല്ല എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. അതിൽ മോട്ടീവിന്റെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഗൂഢാലോചനയുടെ കാര്യത്തിലും അതേ രീതിയിൽ തന്നെയാണ് കോടതിയിൽ നിന്നുള്ള ഉത്തരവ് പറയുന്നത്. അതായത് പ്രോസിക്യൂഷനും പോലീസും ഹാജരാക്കിയ തെളിവുകൾ വിശ്വസനീയമല്ല എന്ന്. എന്തായാലും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ആസൂത്രകൻ പുറത്തെന്ന് മഞ്ജു വാര്യർ യോജിക്കുന്നുവെന്ന് 79% പ്രേക്ഷകരും, ഇല്ല എന്ന് 17%. 2 പേര് അവസാനിക്കുന്നു. നന്ദി.